നയതന്ത്രത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളൊപ്പം ഇന്ന് ആദ്യ എപ്പിസോഡിലുള്ളത് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ MV ഗോവിന്ദൻ മാസ്റ്ററാണ്. ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ, സ്വാഗതം നയതന്ത്രത്തിലേക്ക്. ആദ്യം തന്നെ ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പശ്ചാത്തലത്തിലാണ് സംസാരിക്കുന്നത്. അതിനുശേഷം CPIM വലിയ തോതിലുള്ള ഇടപെടലുകളുമായി അല്ലെങ്കിൽ തിരുത്തൽ ഇടപെടലുകളുമായി പരിശോധനാ നടപടികളുമായി രംഗത്തുള്ള ഒരു സമയം കൂടിയാണ്. ഇപ്പോൾ അടുത്ത ആഴ്ച മുതൽ 7 ദിവസത്തേക്ക് വീടുകൾ കയറാനുള്ള തീരുമാനമൊക്കെ പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട്. ജനങ്ങളിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് ശേഷം എന്തൊക്കെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനാണ് പാർട്ടി ഇപ്പോൾ ആഗ്രഹിക്കുന്നത്? കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും വീടുകളിൽ പോയി അവരോട് കാര്യങ്ങൾ സംസാരിക്കുക, സംവേദിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ഇന്ന ചോദ്യങ്ങളാണ്, ഇന്ന ചോദ്യം ചോദിക്കുന്നില്ല എന്നല്ല. അത് ജനങ്ങളുമായിട്ട് സംവേദിക്കുമ്പോൾ അവരെന്തൊക്കെയാണോ പറയുന്നത് അതും ഞങ്ങൾ പരാജയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ പൊതുവായിട്ടുള്ള അഭിപ്രായം എന്താണ് എന്നുള്ളത് അവരോട് ചോദിച്ചുകൊണ്ടും കാര്യങ്ങൾ കൃത്യതയോടുകൂടി തിരിച്ചറിയുക എന്നുള്ളത് തന്നെയാണ് പാർട്ടി കേരളത്തിലെ മുഴുവൻ വീടുകളിലും കയറി ഇത്തരത്തിലുള്ള അത് പാർട്ടി നേതൃത്വം മുതൽ താഴെ തലം വരെയുള്ള മുഴുവൻ സഖാക്കളും ആ രീതിയിലുള്ള ഒരു വർക്കിലേക്കാണ് നീങ്ങാൻ പോകുന്നത് 15-ാം തീയതി മുതൽ 22-ാം തീയതി വരെ. ഓക്കെ, ഇപ്പോൾ ഭരണവിരുദ്ധ വികാരം പോലെയുള്ള സംഗതികളില്ല, LDFനെതിരായിട്ടുള്ള ഒരു സംഗതിയില്ല എന്നൊക്കെയാണ് പാർട്ടി വിലയിരുത്തിയിട്ടുള്ളത്. ഒപ്പം കേരളത്തിൽ ഇപ്പോൾ വലിയ തോതിൽ വിവാദമായിട്ടുള്ള സംഗതികളൊന്നും ഒരു നിലയ്ക്കും ഇമ്പാക്ട് ചെയ്തിട്ടില്ല എന്നാണ് പാർട്ടി കാണുന്നത്. അപ്പോൾ പാർട്ടിക്ക് അതിൻ്റെ വിശകലന യോഗങ്ങളിൽ മനസ്സിലാക്കാൻ കഴിയാത്ത എന്തോ ഒന്ന് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് ജനങ്ങളുമായി നേരിട്ടുള്ള ആശയവിനിമയത്തിലാണ് മനസ്സിലാക്കാനുള്ളത് എന്നാണോ കാണുന്നത്? അങ്ങനെയല്ല, ഞങ്ങൾ കണ്ടത് ഉൾപ്പെടെ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ജനങ്ങളുമായി ചർച്ച ചെയ്യാൻ പോകുന്നത്. അല്ലാണ്ട് ഞങ്ങൾ കാണാതെ കൊണ്ട് പുതുതായിട്ട് ജനങ്ങളോട് എന്തെങ്കിലും ചോദിച്ച് മനസ്സിലാക്കി അതും കൂടി ചേർത്ത് കാണാൻ വേണ്ടിയിട്ടല്ല. ഞങ്ങൾ കണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ജനങ്ങളോട് സംവേദിക്കുക എന്നുള്ളത് തന്നെയാണ്. തുറന്ന മനസ്സോടെ അവരുമായി ചർച്ച ചെയ്യുക. ഓക്കെ, അപ്പോൾ ഗോവിന്ദ കാര്യമുള്ളത്, ഇപ്പോൾ ശബരിമല വിവാദം വലിയ തോതിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നിങ്ങളുടെ രാഷ്ട്രീയ ശത്രുക്കൾ ശ്രമിച്ചു എന്ന് പറഞ്ഞല്ലോ നേരത്തെ. ഇപ്പൊ ശബരിമലയുടെ കാര്യത്തിലടക്കം ജനങ്ങളോട് കാര്യങ്ങൾ തുറന്നു പറയുക എന്ന ഉദ്ദേശം ഈ ഭവന സന്ദർശന പരിപാടിക്കുണ്ടോ? സ്വാഭാവികമായിട്ടും വരുമല്ലോ, അതൊക്കെ ചർച്ച ചെയ്യപ്പെടുമല്ലോ. കാരണം മാധ്യമങ്ങൾ നടത്തിയിട്ടുള്ള വലിയ ഇടതുപക്ഷ വിരുദ്ധ പ്രചരണത്തിൽ ഒന്നതാണ്. ആ വിരുദ്ധ പ്രചരണത്തെ സംബന്ധിച്ചും അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളെടുത്ത നിലപാടെന്താണെന്നുള്ളതും ജനങ്ങളോട് കൃത്യമായിട്ട് വിശദീകരിച്ച് സംവേദിച്ച് പോകുന്ന സമീപനം തന്നെയാണ് സ്വീകരിക്കുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇന്ന കാര്യം ചെയ്യും, ഇന്ന കാര്യം ചർച്ച ചെയ്യില്ല എന്നുള്ളതല്ല. വരുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പ്രധാനപ്പെട്ട സംഗതി ശബരിമലയാണ്. ശബരിമല അവിടെ വരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് മുമ്പോട്ടേക്ക് പോവുക എന്നുള്ളതാണ് ഉദ്ദേശം. അവിടെ വരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുക. അതിൽ തന്നെ ശബരിമല ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, അവിടെ ചെല്ലുമ്പോൾ പ്രാദേശിക സഖാക്കളോട് വ്യക്തികൾ ചോദിക്കുകയാണ്, ശബരിമല എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണ്, അതിന്റെ സംരക്ഷണവും പരിപാലനവും നിങ്ങളെ ഏൽപ്പിച്ചിരുന്നതല്ലേ? ഇപ്പൊ അവിടെ നിന്ന് അതിന്റെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപാളി പോകുന്നു, അതിന്റെ കട്ടിളയിലെ പാളി പോകുന്നു. അവിടെ നിന്ന് ഇപ്പൊ പുതിയ പുതിയ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ സംരക്ഷിക്കാൻ ഏൽപ്പിച്ച മുതൽ നഷ്ടപ്പെട്ടു പോയില്ലേ എന്ന ഒരു ചോദ്യം. ആ നഷ്ടപ്പെടലിന്റെ പ്രധാന പങ്കാളികളായി നിങ്ങളുടെ തന്നെ സഖാക്കൾ ജയിലിൽ കിടക്കുകയല്ലേ എന്ന രണ്ടാമത്തെ ചോദ്യം. ആ സഖാക്കൾക്കെതിരെ രാഷ്ട്രീയമായ നടപടി പോലും എടുക്കാൻ കഴിയാത്ത നിങ്ങൾ എന്ത് വിശദീകരിക്കാനാണ് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുള്ളത് എന്ന് ഒരു പ്രാദേശിക സഖാവിനോട് ഒരു വീട്ടുടമ ചോദിച്ചാൽ, ഒരു ഭക്തൻ ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി? ചോദിക്കട്ടെ, ചോദിക്കുമ്പോൾ മറുപടി പറയാം. നിങ്ങളാദ്യം തന്നെ ചോദ്യം ഉണ്ടാക്കിയിട്ട് ചോദ്യത്തിന് മറുപടി പറയേണ്ട കാര്യം നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ മറുപടി പറയാം. ശരി, ജനങ്ങൾ ഇങ്ങനെയാണല്ലോ ചോദിക്കാൻ പോകുന്നത്. ആ ചോദ്യത്തിന് നിങ്ങൾ എന്താണ് മറുപടി പറയുക എന്നുള്ള തരം സാങ്കല്പിക ചോദ്യമാണല്ലോ. ആ സാങ്കല്പിക ചോദ്യത്തിന് സാങ്കല്പിക ഉത്തരം പറയാൻ ഞാനില്ല. അല്ല കോമ്രേഡ്, ഇപ്പൊ ഞാൻ ഭവന സന്ദർശനം നടത്തുമ്പോൾ എന്റെ വീട്ടിലും വരുമല്ലോ, എന്റെ ഒരു ഭാവനാപരമായ ചോദ്യം ചോദിച്ചാൽ ഭാവനാപരമായ ഉത്തരം പറയാൻ ഞാനില്ല. വീട് സന്ദർശനം ഇല്ല, നിങ്ങൾ ചോദിച്ചോ. അതായത് നിങ്ങൾക്ക് മീഡിയ വണ്ണിന് ചോദിക്കാറുണ്ടെങ്കിൽ ചോദിച്ചോ. ഞാൻ ചോദിക്കുന്നത് അതാണ്. ഞാൻ മറുപടി പറയും. അതെ, മീഡിയ വണ്ണിന്റെ ചോദ്യമായിട്ട് തന്നെയാണ് ഇങ്ങനെയാണ് ചോദിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ജനങ്ങളെ നിങ്ങൾ ഇങ്ങനെ ചോദിച്ചോ എന്നുള്ള നിലപാടിലേക്ക് പോകണ്ട. ഭാവനാപൂർവമായ ചോദ്യവും ഭാവനാപൂർവമായ ഉത്തരവാണ്. അല്ല, ഞാൻ ഭാവനാപൂർവ്വം അല്ല, ഞാൻ മറുപടി പറയില്ല. ഇല്ല, നിങ്ങൾക്ക് മീഡിയ വണ്ണിന് എന്നോട് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോ. ഞാൻ ആ ചോദ്യത്തിന് ഓരോന്നും മറുപടി പറയും. ശരി, മീഡിയ വണ്ണിന്റെ ചോദ്യമാണ്. ഇപ്പൊ ഞാൻ ഈ അഭിമുഖം നടത്തുന്ന ആൾ എന്റെ വീട്ടില് ആ ചോദ്യത്തിന് നിങ്ങൾ എന്താ മറുപടി ഞാൻ എന്റെ വീട്ടിലൊരു സഖാവ് വരുമല്ലോ, ഒരു പ്രാദേശിക സഖാക്കൾ വരുമല്ലോ.
അവരോട് ഞാൻ ചോദിക്കും, എന്റെ ഒരു ചോദ്യം ഇതാണ്, എന്തായിരിക്കും നിങ്ങളുടെ വീട്ടിൽ വന്നാൽ നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ മതി. അങ്ങനെ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദിക്കുക, നിങ്ങൾക്ക് ചോദിക്കാനാണെങ്കിൽ ചോദിക്കുക, അത് ചോദിച്ചാൽ ഞാൻ മറുപടി പറയാം. ശരി, ഭവനത്തിന്റെ കാര്യം ഞങ്ങൾ നടത്താൻ പോകുന്ന ഗൃഹസന്ദർശന പരിപാടിയുടെ ഭാഗമായിട്ട് ഒരു വീട്ടിൽ കയറുമ്പോൾ ആ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ എന്താ ചോദ്യം? അങ്ങനെ പറയേണ്ട കാര്യം വളച്ചൊടിക്കൊന്നും വേണ്ട, നേരിട്ട് പറഞ്ഞോ. ഇല്ല, വളയ്ക്കുന്നില്ല, ഞാൻ ഒന്നും മറച്ചു വെക്കാനൊന്നുമില്ല. നിങ്ങളെല്ലാം നടത്തിയുള്ള വലിയ പ്രചരണത്തിന്റെ ഭാഗമായ പ്രശ്നമല്ലാതെ CPIM-ന് ഈ കാര്യത്തിൽ ഒന്നും മറച്ചു വെക്കാനില്ല. കൃത്യമായ മറുപടി ഉണ്ട്, ചോദിച്ചോ, ഞാൻ ഇപ്പൊ മറുപടി പറയും. ശരി മാഷെ, വീടും ഭവനവും ഒക്കെ വിട്ടേക്കൂ. അതായത് ശബരിമലയുടെ കാര്യത്തിൽ സൂക്ഷിക്കാനും സാങ്കല്പിക ചോദ്യം വേണ്ട, സാങ്കല്പിക ഉത്തരവ്, സാങ്കല്പിക അല്ല, ഞാനത് വിട്ടു. എന്നാലും ശബരിമലയുടെ പരിപാലനവും സംരക്ഷണവും നിങ്ങളെ ഏൽപ്പിച്ചതാണ്. പക്ഷെ അവിടെ ഇപ്പൊ സ്വർണ്ണമില്ല. അല്ല, ശബരിമലയുടെ പരിപാലനവും ശബരിമലയുടെ സ്വത്ത് മുതൽ സൂക്ഷിപ്പും നിങ്ങളെ ഏൽപ്പിച്ചതാണ്. അത് നടന്നില്ലെന്ന് മാത്രമല്ല, അവിടെ നിന്ന് സംഗതി പോയി. നിങ്ങൾ തലപ്പത്തിരിക്കുമ്പോഴാണ് പോയത്. അത് അന്വേഷിച്ചു, പിടിക്കപ്പെട്ട ആളുകൾ നിങ്ങളുടെ ആളുകളാണ്. നിങ്ങളാവട്ടെ ഒരു രാഷ്ട്രീയ നടപടി പോലും അക്കാര്യത്തിൽ സ്വീകരിച്ചില്ല. കണ്ണൂരിൽ PP ദിവ്യക്കെതിരെ അന്വേഷണം പൂർത്തിയാകുന്നതിന് മുമ്പേ നടപടിയെടുത്ത പാർട്ടി ഇവിടെ അന്വേഷണം പൂർത്തിയാവട്ടെ, കുറ്റപത്രം വരട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യാണ്. ഇതൊരു ചോദ്യമാണ് കേരളത്തിന്റെ. അതിന് CPIM എന്താണ് മറുപടി പറയാത്തത്? കേരളത്തിലെ ചോദ്യം അതാ ഞാൻ പറഞ്ഞു, നിങ്ങൾ കേരളത്തിലെ ചോദ്യം ചോദിക്കേണ്ടത് നിങ്ങളെ ചോദ്യം ചോദിച്ചാൽ മതി. വെറുതെ ആവശ്യമില്ലാണ്ട് കേരളത്തെ മുഴുവൻ നിങ്ങൾ ഇതിൻ്റെ അകത്ത് എന്തിനാ കൊണ്ടുവരുന്നു? ശരി മാഷെ, എന്റെ ചോദ്യം അമ്മാതിരുടെ ചോദ്യത്തിനൊന്നും ഞാൻ ഉത്തരം പറയില്ല. നിങ്ങൾ ചോദിക്കുക, നിങ്ങളെന്താ വേറെ ആളെ കൂട്ടുപിടിക്കുന്നത്, കേരളത്തെ കൂട്ടുപിടിക്കുന്നത്? അതുപോലെ തന്നെ വീട്ടിൽ വരുമ്പോൾ ചോദിക്കുന്ന അവിടെയുള്ള ഗൃഹനാഥന്റെ ചോദ്യം എന്തിനാ നിങ്ങൾ ചോദിക്കുന്നു? ശരി മാഷെ, എന്റെ ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാനാണെങ്കിൽ ചോദിക്കും. മീഡിയ വണ്ണിനുള്ള ചോദ്യം ചോദിക്കും. മീഡിയ വണ്ണിന്റെ ക്വസ്റ്റ്യൻ ആണത്. അല്ലാണ്ട് കേരളത്തിന്റെ ചോദ്യം എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ചോദ്യം ചോദിച്ചാലോ? അതൊന്നും കേരളത്തിന്റെ ചോദ്യമൊന്നുമല്ല, രൂപപ്പെടുത്തിയ ചോദ്യമാണ്. നിങ്ങൾ അജണ്ട വെച്ച് രൂപപ്പെടുത്തിയ ചോദ്യമാണ്. ആ ചോദ്യത്തിന് കേരളത്തിന്റെ പേരും പറഞ്ഞിട്ട് ഉത്തരം പറയാൻ ഞാനില്ല. ശരി മാഷെ, എന്റെ ചോദ്യം ശരി മീഡിയ വണ്ണിന്റെ ചോദ്യമാണ്. ഞാൻ പറഞ്ഞതിൽ വസ്തുതാപരമായ പ്രശ്നമൊന്നുമില്ല. എന്റെ ചോദ്യം ഞാൻ ചോദിക്കുകയാണ്, ശബരിമലയുടെ പരിപാലനവും മുതൽ സൂക്ഷിപ്പും നിങ്ങളെ ഏൽപ്പിച്ചതാണ്, നടന്നില്ല എന്ന് മാത്രവുമല്ല, അതേക്കുറിച്ച് അന്വേഷണം നടത്തിയപ്പോൾ അതിലെ പ്രധാനികളായി പിടിക്കപ്പെട്ട ആളുകൾ നിങ്ങളുടെ തന്നെ കോമ്രേഡ്സ് ആണ്. നിങ്ങൾ അതിന്മേൽ നടപടികളൊന്നും സ്വീകരിക്കുന്നില്ല എന്നതൊരു പ്രധാനപ്പെട്ട പ്രശ്നമായിരിക്കെ അത് വിശദീകരിക്കാൻ CPIM പ്രയാസപ്പെടുകയാണെന്ന് ഞാൻ പറയാണ്. ഒരു പ്രയാസവും ഞങ്ങൾക്കില്ല. ഞാൻ കൃത്യമായിട്ട് വിശദീകരിച്ചു തരാം. നിങ്ങൾ എന്തിനാ പ്രയാസപ്പെടുന്നത്? ഞങ്ങളെ മേലെ കെട്ടിവെക്കുന്നത്? ഞാൻ ഓരോന്ന് പറയാം. കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവാദിത്വം ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സംവിധാനത്തിനുണ്ട്. അത് ഇപ്പോൾ ഉണ്ട്, മുമ്പും ഉണ്ട്. മുമ്പ് ഇതേപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ഗുരുവായൂരിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കെല്ലാം അറിയുന്ന തിരുവാഭരണം നഷ്ടപ്പെട്ടു. അന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കരുണാകരനായിരുന്നു. ദേവസ്വം ബോർഡിൻ്റെ ഭാഗമായിട്ടുള്ള പ്രസിഡന്റ് കോൺഗ്രസ് നേതാവുമായിരുന്നു. ആ നഷ്ടപ്പെട്ടത് പോയി ഇന്നേ വരെ തിരിച്ചു കിട്ടിയില്ല. അതിൻ്റെ ഭാഗമായിട്ട് കേസ് എടുത്തത് അവിടുത്തെ പൂജാരിയുടെ പേരിലായിരുന്നു. അത് പിന്നീട് തെറ്റായിപ്പോയി എന്ന് കൃത്യമായിട്ട് പറയും. പിന്നെ വീണ്ടും അന്വേഷണം നടത്തുകയും ചെയ്യുന്ന സ്ഥിതി ഈ കേരളം കണ്ടത് തന്നെയാണ്. ഇക്കാര്യത്തിൽ ഇപ്രാവശ്യം ഉണ്ടായ സംഭവത്തിൽ ഞങ്ങൾ ഒരു കാര്യം ഉറച്ച നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. CPIM ഒരു തരി സ്വർണം അയ്യപ്പൻ്റെ നഷ്ടപ്പെടാൻ പാടില്ല. അത് മുഴുവൻ തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രക്രിയയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരാളെയും നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാതിരിക്കാനും പാടില്ല. കൊണ്ടുവരണം, ശിക്ഷിക്കണം. അതിൽ ആര് എന്നുള്ള പ്രശ്നം CPIM-നെ സംബന്ധിച്ചില്ല. ആരായാലും അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക, ശിക്ഷിക്കുക എന്ന സമീപനമാണ് സ്വീകരിച്ചത്. അതാണ് ഇപ്പോഴും തുടരുന്നത്. ഇനിയും അത് തന്നെയാണ് തുടരാൻ ഉദ്ദേശിക്കുന്നത്. ശരി, ഇപ്പോൾ നടക്കുന്ന SIT അന്വേഷണം അത്ര വേഗം തീർത്തു പോകണ്ട. അതാ ഞാൻ പറയാം. ഇല്ല ഇതെന്നെ പറയട്ടെ. ഇനി ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരാൾ, പ്രത്യേകിച്ച് പത്മകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കൃത്യമായ നിലപാട്, അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് കണ്ടതിന് ശേഷം വെറുതെ ആകാശത്തിൽ നിങ്ങൾ ആരെങ്കിലും പറയുന്നതിന് നിലപാട് സ്വീകരിക്കാൻ പറ്റില്ല. കൃത്യമായ നിലപാട് സ്വീകരിച്ച് ആവശ്യമായ നടപടി സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകും. പക്ഷേ അതെന്താണ് എന്ന കാര്യം, രണ്ട് കാര്യം ഉണ്ട് അതിൽ. ഒന്ന്, ഈ സ്വർണ്ണക്കൊള്ളക്ക് കൂട്ടുനിന്നോ, അല്ല സ്വർണ്ണക്കൊള്ള നടക്കുമ്പോൾ അത്ര ഗൗരവത്തോടുകൂടി കാണാതെ ഈ കാര്യങ്ങളെല്ലാം ലാഘവത്തോടുകൂടി കണ്ടിട്ടുണ്ടോ? ഈ രണ്ട് പ്രശ്നം അതിലുള്ളത്. ഇതിലേതാണ് എന്ന് കൃത്യമായ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ വന്നിട്ടില്ല. അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ ആ നിലപാട് ഞങ്ങൾ കൃത്യമായിട്ട് സ്വീകരിക്കും.
സംഘടനാപരമായ നിലപാട് സ്വീകരിക്കും. അവർ ജനപ്രതിനിധികളൊന്നുമല്ല, രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർ എന്ന രീതിയിലാണുള്ളത്. അവരെ പേരിൽ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് ജനങ്ങൾക്ക് ബോധ്യമാകുന്ന രീതിയിൽ ഞങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ രാഷ്ട്രീയ വർഗീയ പ്രചാരവേലക്ക് വേണ്ടി ഞങ്ങളെ പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടി നിങ്ങളത് ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. രണ്ട് ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോൾ നടക്കുന്ന പറഞ്ഞു തീരട്ടെ. നിങ്ങൾ രണ്ട് മൂന്ന് റൗണ്ട് ചോദിച്ചല്ലോ. നിങ്ങളെ പ്രേക്ഷകർ കണ്ടോട്ടെ. ഞങ്ങൾക്കെതിരായിട്ട് ഇത്രയും വലിയ രീതിയിലുള്ള കടന്നാക്രമണം നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാധ്യമമാണ് മീഡിയ വൺ. അതുകൊണ്ടാണ് ഞാൻ ഉറപ്പിച്ച് തന്നെ പറയുന്നത്. അതിങ്ങനെയാണ് പറയുന്നത്. ഇവിടെ ഈ വളരെ പ്രധാനപ്പെട്ട ഈരടി ഉൾപ്പെടെ തയ്യാറാക്കിയിട്ട് അവതരിപ്പിച്ചല്ലോ. പോറ്റിയെ കയറ്റി, ആരാ പോറ്റിയെ കയറ്റി എന്നുള്ളത് സംബന്ധിച്ചിപ്പോൾ തർക്കം വന്നല്ലോ, സംശയം വന്നല്ലോ. അതായത് പോറ്റി, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി, ആ സ്വർണം കൊണ്ടുപോയിട്ട് വിറ്റ ബെല്ലാരിയിൽ തന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ജ്വല്ലറി ഉടമ, ഇവർ രണ്ടുപേരും കോൺഗ്രസിൻ്റെ സമുന്നത നേതാക്കന്മാർ, രണ്ടാൾ എം പിയും അതുപോലെ തന്നെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ട് പ്രതിപക്ഷ രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട UDF-ൻ്റെ കൺവീനർ അടൂർ പ്രകാശ്, ആൻഡോ ആൻ്റണി, ഇവരെല്ലാം കൂടി ചേർന്ന് ഇന്ത്യയിൽ സാധാരണ നിലയിൽ കരുണാകരന് പോലും പണ്ട് കാണാൻ സാധിക്കാതെ അത്ര ഗൗരവത്തോടുകൂടിയുള്ള ഒരു വലയത്തിൽ, സുരക്ഷാ വലയത്തിലുള്ള ഒരാളെ എന്തിനാണ് കണ്ടത്, എന്തിനാണ് കയ്യിൽ കെട്ടിക്കൊടുക്കുന്ന വാർത്ത നമ്മൾ കണ്ടതാണ്. കൃത്യമായിട്ട് ഫോട്ടോ വന്നെയാണ്. എന്തിനു കണ്ടു, ആരാണ് അപ്പോയിൻമെൻറ്റ് തയ്യാറായി കൊടുത്തത്, ആര് മുഖേനയാണ് കണ്ടത്, നിരവധി പ്രാവശ്യം കണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ പ്രശ്നം വന്നതിന് ശേഷം ഇപ്പോഴിതും കൂടി വന്നപ്പോൾ നിങ്ങൾ മാധ്യമങ്ങൾക്ക് തന്നെ പഴയ ഒരു ഊർജ്ജമില്ല, പറയാൻ ഒരു കരുത്തില്ല, അത് പറയുന്നില്ല. എന്തിനാണ് കണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇതുവരെ പറഞ്ഞിട്ടില്ല മറുപടി. അപ്പോൾ സംഭവം മാറി വരുമ്പോൾ, അത് കോൺഗ്രസിലേക്ക് UDF-ലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ചർച്ച തന്നെ ഒഴിവാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് CPIM-നെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും ഗവൺമെന്റിനെയും പ്രതികൂട്ടിലാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് CPIM കോൺഗ്രസിലെ ആളുകൾ ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്നവരാണ്. നിങ്ങളുടെ കയ്യിലാണ് അധികാരമുള്ളത്. അവരതിൽ പങ്കാളികളോ ഗൂഢാലോചനക്കാരോ ആണെങ്കിൽ, അല്ല, കോൺഗ്രസിലെ ആളുകൾ ഗൂഢാലോചനക്കാരും പങ്കാളികളുമാണെങ്കിൽ നിങ്ങളുടെ അന്വേഷണ സംഘത്തിന് അവരെ പിടിക്കാം. അധികാരം നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. ഞാൻ ചോദിക്കുന്ന പക്ഷേ ഇപ്പോൾ നടക്കുന്ന ഈ ഇൻവെസ്റ്റിഗേഷൻ നീതിയുക്തമായിട്ടുള്ള അന്വേഷണമാണ് എന്ന് CPIM വിചാരിക്കുന്നു. ഞങ്ങൾക്കതിൽ സംശയമില്ല. ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടക്കുന്ന SIT അന്വേഷണം നീതിയുക്തമായും ശരിയായും പോകുന്നു എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? അതെ, ഞങ്ങളാണല്ലോ പറഞ്ഞത് ആദ്യമായിട്ട് SIT അന്വേഷണം വേണമെന്ന്. ഹൈക്കോടതിയുടെ പൂർണ്ണ നിയന്ത്രണത്തിൽ SIT അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റാണ്. വിജിലൻസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അപ്പോൾ മാഷെ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. യഥാർത്ഥത്തിൽ SIT അന്വേഷണം ഇപ്പൊ നിങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്. SIT അന്വേഷണം നടത്തുന്നത് ഞങ്ങളല്ലേ? ഈ പോറ്റിയെ, കോൺഗ്രസ്സുകാർ കൊണ്ടുവന്ന പോറ്റിയെ പിടിച്ച് അകത്തിട്ടത് ഞങ്ങളല്ലേ? SIT അന്വേഷണം നടത്തുന്നത് അല്ല എന്ന് വെച്ചാൽ പോലീസല്ലേ? ഞങ്ങൾ ചോദിച്ചില്ല കേട്ടോ. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം നിങ്ങളുടെ ചോദ്യമാണ്. നിങ്ങളുടെ ചോദ്യം ചോദിക്കുന്നത് എന്റെ ചോദ്യമായിട്ട് മാറണ്ട. അന്വേഷണം നടത്താൻ വേണ്ടി പാർട്ടി നിലപാട് സ്വീകരിച്ചിരുന്നു എന്നുള്ളത് ശരിയാണ്. ആ നിലപാട് കൃത്യമായിട്ട് ഹൈക്കോടതിയുടെ കീഴിലാണ്. ഹൈക്കോടതിയാണ് യഥാർത്ഥത്തിൽ ആ അന്വേഷണം നടത്തുന്നതിന് വേണ്ടി ആവശ്യമായ നിലപാട് സ്വീകരിച്ചത്. SIT തീരുമാനിച്ചത്, ടീമിനെ തീരുമാനിച്ചതൊക്കെ അവരാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് SIT ഇപ്പൊ പോറ്റിയെ പിടിച്ച് അകത്തിട്ടത് നിങ്ങളുടെ ഒരു നിലപാടിന്റെ ഒരു പ്രകടനമായിട്ട് കാണുന്നുണ്ടോ, അവതരിപ്പിക്കുന്നുണ്ടോ? പിന്നെ എന്താ സംശയം? നിങ്ങൾക്ക് വേറെ ആരെ നിലപാടാ? ശരി, അപ്പൊ അതിന്റെ കൂടെ പിടിച്ച പത്മകുമാറിന്റെ കാര്യം മാത്രം അംഗീകരിക്കില്ല. SIT പോറ്റിയെ പിടിച്ചത് മികവാണ്. SIT പോറ്റിയുടെ കൂടെ പത്മകുമാറിനെ പിടിച്ചത് പാർട്ടി അംഗീകരിക്കുന്നില്ല എന്നാണ്. 3 കാര്യം. എങ്ങനെ SIT പോറ്റിയെ പിടിച്ചല്ലോ, അത് ഞങ്ങളുടെ നിലപാടിന്റെ ഒരു പ്രകടനം കൂടിയാണല്ലോ എന്ന് താങ്കൾ പറഞ്ഞു. SIT പോറ്റിയെ പിടിച്ചതിന് കൂടെ പത്മകുമാറിനെയും പിടിച്ചു. പത്മകുമാറിനെ പിടിച്ച ഘട്ടം വരുമ്പോൾ അതിൽ വിശദമായ പരിശോധന ആവശ്യമുണ്ട്, അന്തിമ റിപ്പോർട്ട് വരേണ്ടതുണ്ട് എന്ന് പറയുകയാണ് നിങ്ങൾ. പത്മകുമാർ ദേവസ്വം ബോർഡിന്റെ തലപ്പത്തിരിക്കുമ്പോഴാണ് ഈ സ്വത്ത് മുഴുവൻ പോയത്. തോന്നിയാസം പറയുന്നതാണ്. ഞാൻ പറഞ്ഞിട്ടില്ല. വെറുതെ ആവശ്യമില്ലാതെ വർത്താനം പറഞ്ഞിട്ട് നിങ്ങൾക്കറിയാം, എനിക്കറിയാം നിങ്ങളെ പറ്റി നന്നായിട്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ ഇടപെടുന്നത്. പറഞ്ഞാൽ മനസ്സിലാവാത്ത ആളുകളൊന്നുമല്ലല്ലോ രാജ്യത്തിലെ ജനങ്ങൾ. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറഞ്ഞു. പത്മകുമാറിനെ പിടിച്ചപ്പോഴും പരിപൂർണമായ പിന്തുണയാണ് SITക്ക്. ഇനി ആരെങ്കിലും പിടിക്കുന്നുണ്ടെങ്കിൽ അതിനും പിന്തുണയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, ഒരു തരി സ്വർണം നഷ്ടപ്പെടാൻ പാടില്ല. ഒരു ആളും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരാളും ഒഴിവാകാൻ പാടില്ല. എല്ലാം നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം.
ആര് എന്നുള്ള പ്രശ്നമില്ല. ആരായാലും അവരുടെ പേരിൽ ഗവൺമെന്റ് കൃത്യമായ നിലപാട് സ്വീകരിക്കണം. ഒരു തരത്തിലുള്ള പിന്തുണയും ഞങ്ങൾ നൽകുന്ന പ്രശ്നമില്ല. ഇത്രയും കാര്യം ഞാൻ ആദ്യം പറഞ്ഞാണ്. ഇപ്പോൾ തന്നെയാ പറയുന്നത്. അവസരവാദപരമായ നിലപാട് സ്വീകരിച്ചത് കോൺഗ്രസ് ആണ്. മലക്കം പറഞ്ഞത് അവരാണ്. അതിനെപ്പറ്റി പറയാൻ നിങ്ങൾക്ക് ധൈര്യമില്ല. അല്ല, ഞാൻ പറഞ്ഞ കോൺഗ്രസിൽ കുഴപ്പക്കാരി ഇതുമായി ബന്ധപ്പെട്ടെങ്കിൽ നിങ്ങൾ പിടിക്കണം. നിങ്ങളുടെ കയ്യിലാണല്ലോ അധികാരമുള്ളത്. ഞാൻ ചോദിക്കുന്ന മാഷെ, ഇതിനകത്തൊരു കാര്യമുള്ളത് നോക്കൂ. ഇവിടെ ജാഗ്രത കുറവ് എന്നതിനെ രാഷ്ട്രീയ പ്രവർത്തനത്തിലും ഭരണത്തിലും അന്വേഷണം നടന്നുകൊണ്ടിരിക്കല്ലേ? രാഷ്ട്രീയ പ്രവർത്തനത്തിലും ഭരണത്തിലും ജാഗ്രത കുറവ് എന്ന പ്രശ്നത്തെ അവസാനിപ്പിച്ചില്ലല്ലോ. ഞാൻ പറഞ്ഞ രാഷ്ട്രീയ പ്രവർത്തനത്തിലും ഭരണത്തിലും ജാഗ്രത കുറവ് എന്ന പ്രശ്നത്തെ സീരിയസ് ആയി സമീപിക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ്. ജാഗ്രത കുറവിന്റെ പേരിൽ പലപ്പോഴായി പല ഘട്ടങ്ങളിൽ പലർക്കുമെതിരെ നടപടി സ്വീകരിച്ചു നാം കണ്ടിട്ടുണ്ട്. പി ദിവ്യയുടെ അടക്കം ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ദേവസ്വം ബോർഡിന്റെ തലപ്പത്ത് സർവാധികാരത്തോടെയും പത്മകുമാർ ഇരിക്കുമ്പോൾ സ്വത്ത് മുഴുവൻ പോയിക്കൊണ്ടിരുന്നു എന്നതിനെ ഒരു ജാഗ്രത കുറവായെങ്കിലും കാണാൻ പാർട്ടി തയ്യാറാവാത്തത് എന്തുകൊണ്ടാണ്? അത് ഞങ്ങൾ കാണും. ഞങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. വരട്ടെ, നിങ്ങൾ പറയുന്നത് മാത്രം നടപടിയെടുക്കാൻ പറ്റില്ലല്ലോ പാർട്ടിക്ക്. ഞാൻ നടപടിയെ കുറിച്ചല്ല, ജാഗ്രത കുറവുണ്ടായോ പത്മകുമാറിനെ ചോദിക്കാൻ. അപ്പോൾ ഓരോരാളെ സംബന്ധിച്ച് ഓരോ പ്രതികളെ സംബന്ധിച്ചും അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കണ്ടെത്തിയ കാര്യം പുറത്തു വരും. ഞാൻ അതേക്കുറിച്ചല്ല, അന്വേഷണത്തെ കുറിച്ചല്ല ഗോവിന്ദമാഷ ഞാൻ ചോദിക്കുന്നത്. അന്വേഷണ റിപ്പോർട്ടിനെ കുറിച്ചോ ചാർജ് ഷീറ്റിനെ കുറിച്ചോ വിധി പ്രസ്താവത്തെ കുറിച്ചോ അല്ല. നിങ്ങൾ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് തലപ്പത്ത് അദ്ദേഹത്തെ ഇരുത്തിയപ്പോഴാണ് ഈ പണി മുഴുവൻ നടക്കുന്നത്. അതിൽ അദ്ദേഹത്തിന് ജാഗ്രത കുറവുണ്ടായി എന്ന് പാർട്ടി രാഷ്ട്രീയമായി കാണുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, രണ്ട് തരാണ് ഉണ്ടാവാൻ സാധ്യതയുള്ളത്. ഒന്ന്, ഈ സ്വർണ്ണ കൊള്ളക്ക് തന്നെ പങ്കുണ്ടോ, അല്ല ജാഗ്രത കുറവാണോ. ഈ രണ്ട് കാര്യം മനസ്സിലാവട്ടെ, എന്നിട്ട് നമ്മൾ നോക്കാം. അല്ല, ഞാൻ ഈ പാർട്ടി നടപടി എടുക്കുന്നതിനെ പറ്റി നിങ്ങൾക്ക് എന്തിനാ ധൃതി? പാർട്ടി നടപടിയെ കുറിച്ച് അങ്ങോട്ടല്ലേ ചോദിക്കാൻ കഴിയൂ. അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങൾ കൃത്യമായ നിലപാട് സ്വീകരിക്കും. വരട്ടെ. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ എന്താ പറയുന്നത്? ഞാൻ നടപടി എടുക്കുന്നത് പറയാനേ ഞാൻ ചോദിക്കുന്നത്. ഈ പറയുന്ന കാര്യത്തിൽ, അതായത് അന്വേഷണ റിപ്പോർട്ട് ക്രിമിനൽ ആക്ടിവിറ്റിയിലെ പങ്കാളിത്തം പറയാൻ പറ്റുമോ? അല്ല, അന്ന് ഞാൻ പറഞ്ഞില്ല അദ്ദേഹത്തിന് ക്രിമിനൽ ആക്ടിവിറ്റിയിലെ പങ്കാളിത്തം ഉണ്ടെന്നോ പോറ്റിയുമായി ബന്ധമുണ്ടെന്നോ ആസൂത്രനാണെന്നും പറയുന്നില്ല. പക്ഷെ ഒരാൾ ഒരു പദവിയിൽ ഇരിക്കുമ്പോൾ ആ പദവിയുടെ ഉത്തരവാദിത്വം പൂർണ്ണമായി നിർവഹിക്കപ്പെട്ടില്ല. ജാഗ്രത കുറവുണ്ടായോ? അദ്ദേഹത്തിന് ജാഗ്രത കുറവുണ്ടായോ? ജാഗ്രത കുറവുണ്ടായി ഇപ്പൊ കാണുന്നില്ല. ജാഗ്രത കുറവുണ്ടായി ഇപ്പൊ കാണുന്നില്ല. ഞങ്ങൾ ഈ രണ്ട് കാര്യമാണ് വരാൻ സാധ്യതയുള്ളത്. അത് ഏതാണ് എന്നുള്ളതിനെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്തുകൊണ്ട് മാത്രമേ സംഘടനാ നടപടിയിലേക്ക് പാർട്ടിക്ക് പോകാൻ സാധിക്കുള്ളൂ എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ നിങ്ങളോടും അത് തന്നെയാണ് പറയുന്നത്. രണ്ടിലൊന്ന് ഉറപ്പായും സംഭവിച്ചിട്ടില്ല. യാതൊരു മടിയുമില്ല. രണ്ടിലൊന്ന് ഉറപ്പായും സംഭവിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടും നടപടി ഇപ്പൊ പാർട്ടി സംഘടനാ രംഗത്തൊന്നും വർക്ക് ചെയ്യുന്ന ഒരാളൊന്നുമല്ലല്ലോ. രണ്ടിലൊന്ന് ഉറപ്പായും സംഭവിച്ചിട്ടില്ല മാഷെ. ജാഗ്രത കുറവ്, ഏറ്റവും കുറഞ്ഞ ജാഗ്രത കുറവെങ്കിലും ഉണ്ടായിട്ടുണ്ട്. രണ്ടിലേതെങ്കിലും ജാഗ്രത കുറവ് അല്ല, പത്മകുമാറിന്റെ ജാഗ്രത കുറവ് ഉണ്ടായിട്ടില്ലേ? അത് ഉറപ്പല്ലേ? ക്രിമിനൽ പങ്കാളിത്തം വേറെ കാര്യമാണ്. അല്ല, ജാഗ്രത കുറവുണ്ടായില്ലേ? ഞങ്ങളിപ്പോ ഒരു നടപടി വ്യക്തമാവാതെ കേക്ക് നിങ്ങൾക്ക് ഈ പറയുന്നത് മാധ്യമങ്ങളാണല്ലോ പറയുന്നത്. ഞങ്ങൾക്കിത് വ്യക്തമാവാതെ രീതിയിൽ നടപടിയിലേക്ക് പോയാൽ നിങ്ങൾ അടുത്ത സെക്കൻഡിൽ വെണ്ടക്ക തലക്കെട്ടിൽ വരാൻ പോകുന്നത് എന്താണ് എന്നുള്ള വാർത്തയെപ്പറ്റി നല്ല ധാരണയുള്ളവരാ ഞങ്ങൾ. അതുകൊണ്ടാണ് വ്യക്തത വരട്ടെ, അതിനുശേഷം നടപടി സ്വീകരിക്കും. ഒറ്റ കാര്യം, ഞാൻ ഈ വിഷയം വിടുന്നതിന് മുമ്പ് ഒറ്റ ചോദ്യം ചോദിക്കണം. എന്ന് വെച്ചാൽ പാർട്ടി കേരളമാർ എന്ത് രാഷ്ട്രീയ നടപടി സ്വീകരിക്കണം? ഞാൻ നടപടി നിങ്ങൾ എന്തെടുക്കണം? നിങ്ങളെ ശാസിക്കണോ, പുറത്താക്കണോ, സസ്പെൻഡ് ചെയ്യണോ, കമ്മിറ്റിയിൽ നിന്ന് മാറ്റണോ ഒന്നും ഞാൻ പറഞ്ഞില്ല. പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ആ ദേവസ്വം ബോർഡിൽ വലിയ തോതിലുള്ള കൊള്ള നടന്നാൽ അത് ഏറ്റവും കുറഞ്ഞത് പത്മകുമാറിന്റെ ജാഗ്രത കുറവായി കാണാൻ കഴിയേണ്ടതല്ലേ? അതിനെക്കുറിച്ച് സംസാരിക്കാതെ നിങ്ങൾ എന്തിനാണ് വഴുതി കളിക്കുന്നത് എന്നാണ് എന്റെ ചോദ്യം. അത് ഏറ്റവും കുറഞ്ഞ കേക്ക് നിങ്ങൾ ഏറ്റവും കുറഞ്ഞ ജാഗ്രത കുറവല്ലേ എന്ന് മാത്രം പറഞ്ഞാൽ നിങ്ങൾ എന്താ വാർത്ത ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് വ്യക്തതയുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ഞാൻ പറയുന്നത്, വ്യക്തത വന്നിട്ട് മാത്രമേ നിലപാട് സ്വീകരിക്കുള്ളൂ. നിങ്ങൾ ഇലക്ഷൻ്റെ കാര്യത്തിൽ വളരെ ശക്തിയായിട്ട് പറഞ്ഞല്ലോ, എന്നിട്ട് എന്താ ഞങ്ങൾ നിലപാട് സ്വീകരിച്ചോ? നിങ്ങളെ പിന്നിൽ വരാൻ ഞങ്ങൾ തയ്യാറില്ല, അതാ കാര്യം. ശരി ശരി. പക്ഷെ രണ്ടാമത് ഞാൻ ചോദിക്കുന്നത്, ഈ വെള്ളം ഉണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യത്തിന്റെ പിന്നിൽ വരാൻ CPIM ഇല്ല, ഒരിക്കലില്ല. ഞങ്ങൾ ഞങ്ങളുടേതായ നിലപാട് സ്വീകരിച്ചു പോകും. ശരി. പക്ഷെ രണ്ടാമത് അല്ലെങ്കിലും അത് നിങ്ങളുടെ ഇന്നും പറഞ്ഞത് ഞങ്ങൾക്ക് അവസരവാദപരമായ നിലപാട് സ്വീകരിക്കേണ്ടി വന്നിട്ടില്ല. കൃത്യമായ നിലപാട് സ്വീകരിച്ചു പോകുന്ന സമീപനാണ് ഞങ്ങൾ അന്നും സ്വീകരിച്ചത്, ഇന്നും സ്വീകരിച്ചത്. അതേ നിലപാട് ഞങ്ങൾ ഇനിയും സ്വീകരിക്കും. ശരി. പക്ഷെ രണ്ടാമത്തെ കാര്യം, ഈ മലപ്പുറം ജില്ലയിൽ ഈഴവ സമുദായാംഗങ്ങൾക്ക് ശ്വാസം മുട്ടുകയാണെന്നും അവർക്ക് അവിടെ മര്യാദയ്ക്ക് കോളേജുകളും സ്കൂളുകളും ഒന്നും കിട്ടുന്നില്ല എന്ന പ്രശ്നം ഉന്നയിക്കുകയാണ് SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. നിങ്ങൾ 10 വർഷം ഭരിച്ചിട്ടും കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ജാതി സമുദായത്തിന് മലപ്പുറത്ത് ഒരു കോളേജ് കൊടുക്കാത്തത് എന്താണ്?
അല്ല, ഏതെങ്കിലും സമുദായത്തിൻ്റെ രീതിയിലല്ലല്ലോ കോളേജൊക്കെ കൊടുക്കുന്നത്. കോളേജിൻ്റെ അനിവാര്യമായ ആവശ്യകത കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് എല്ലാ സ്ഥലത്തും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പുതുതായിട്ട് കാര്യമായ സ്കൂളുകളോ കോളേജുകളോ ഒന്നും കൊടുക്കുകയല്ല ചെയ്തിട്ടുള്ളത് ഈ കഴിഞ്ഞ 10 കൊല്ലവും. അല്ലാണ്ട് തന്നെ അവരെ SNDP ജനറൽ സെക്രട്ടറി പറയുന്നു ഞങ്ങൾക്ക് മാത്രം അവിടെ റെപ്രസെന്റേഷൻ ഇല്ല, ഞങ്ങൾക്ക് കോളേജില്ല, ഞങ്ങൾക്ക് സ്കൂളില്ല, സർക്കാർ തരുന്നില്ല എന്നാണ്. 10 വർഷമായി എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശന്റെ ഈ വിലാപം നിങ്ങൾ അവഗണിക്കുന്നതെന്ന് ചോദിക്കാൻ? അല്ല, അദ്ദേഹത്തിൻ്റെ ആ വിലാപമൊന്നും ഞങ്ങളുടെ മുമ്പിൽ അത്ര സജീവമായിട്ട് ഇതുവരെ വന്നിട്ടില്ല. വന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ച് ഗവൺമെൻറ്റാണ് പരിശോധിക്കേണ്ടത്. ഞങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഒരു നിലപാട് സ്വീകരിക്കേണ്ട കാര്യം. ഞങ്ങൾക്ക് സ്കൂളും കോളേജും ഇല്ല എന്നുള്ള പ്രശ്നം, ഞങ്ങൾക്ക് സ്കൂളും കോളേജും മലപ്പുറത്തില്ല എന്നുള്ള പ്രശ്നം വെള്ളാപ്പള്ളി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടില്ല. അവിടെ ആ രീതിയിലുള്ള അല്ല, ഞങ്ങൾക്ക് അവിടെ സ്കൂളും കോളേജും ഇല്ല എന്നുള്ള ഒരു പ്രശ്നം വെള്ളാപ്പള്ളി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്, എയ്ഡഡ് കോളേജ്, അതിൽ ഇത് പറയുന്നതെല്ലാം എയ്ഡഡ് കോളേജ് സംബന്ധിച്ചായിരിക്കും. എയ്ഡഡ് കോളേജോ എയ്ഡഡ് ഹൈസ്കൂളോ എയ്ഡഡ് UP സ്കൂൾ പോലുമോ ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടില്ല. ഞാൻ ചോദിക്കുന്നത്, പക്ഷേ ഇതൊരു സ്പെഷ്യൽ കേസാണ്. അദ്ദേഹം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ പാർട്ടിയുടെ മുമ്പിൽ വന്നിട്ടില്ലല്ലോ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജില്ലയിൽ മാത്രമല്ല ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ഏതെങ്കിലും ഒരു ജില്ലയിൽ മാത്രമല്ല, കേരളത്തിൽ പൊതുവെ പുതിയ സ്കൂളുകളോ കോളേജുകളോ എയ്ഡഡ് മേഖലയിൽ അനുവദിച്ചിട്ടില്ല. അല്ല, അത് വേറെ തന്നെ നയപരമായ കാര്യമാണ്. ഞാൻ ചോദിക്കുന്നത്, വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് മലപ്പുറം ജില്ലയിൽ മുസ്ലിം ഭൂരിപക്ഷ സ്ഥലത്ത് അവിടുത്തെ ആളുകൾ ഞങ്ങൾക്ക് സ്കൂൾ തുറക്കാനും കോളേജ് തുറക്കാനും സമ്മതിക്കുന്നില്ല എന്നാണ്. അങ്ങനെയെങ്കിൽ CPIM-നെ പോലെ പാർട്ടി ഭരിക്കുമ്പോൾ അവിടെ 2-3 കോളേജ് കൊടുത്ത് ഈ പ്രശ്നം പരിഹരിക്കണ്ടേ? നിങ്ങളെന്താണ് ആ പ്രശ്നം പരിഹരിക്കാത്തത്? ജനങ്ങൾ, നിങ്ങൾ ആളെ പറ്റിക്കാൻ വേണ്ടി എന്തെങ്കിലും പറയണ്ട. അവിടുത്തെ ജനങ്ങളാണോ സ്കൂളുകളും കോളേജും തുറക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഇമാതിരിയുള്ള ചോദ്യം ചോദിക്കുന്നത്? ഞാൻ ചോദിക്കുന്നത്, വെള്ളാപ്പള്ളിയുടെ പ്രശ്നം എന്താണ് തീർക്കാത്ത? അദ്ദേഹം വിലപിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത്, വെള്ളാപ്പള്ളിയുടെ പ്രശ്നം പരിഹരിക്കാത്ത എന്താണ്? മലപ്പുറത്ത് എന്താണ് നിങ്ങൾ അവർക്ക് കോളേജ് കൊടുക്കാത്ത? അതിന്റെ പേരിലല്ലേ ആ മനുഷ്യൻ ഈ വർത്താനം മുഴുവൻ പറയുന്നത്? മലപ്പുറം ജില്ലയിൽ വേണോ, കണ്ണൂർ ജില്ലയിൽ വേണോ, കോഴിക്കോട് ജില്ലയിൽ വേണോ എന്ന് തീരുമാനിക്കുന്നത് ഗവൺമെന്റ് ആണ്. അല്ല, ഗവൺമെന്റ് മലപ്പുറത്ത് ഞങ്ങൾക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് വെള്ളാപ്പള്ളി വിലപിക്കുമ്പോൾ അല്ല, വെള്ളാപ്പള്ളി ഒരു പ്രശ്നം ഉന്നയിക്കല്ലേ? വെള്ളാപ്പള്ളി ഒരു സമുദായ നേതാവല്ലേ? അദ്ദേഹം പറയാണ് മലപ്പുറത്ത് കോളേജ് ഇല്ല. മറുപടി പറഞ്ഞു. ആരെയെങ്കിലും അല്ല ഞാൻ പറയുന്നത്. ഞങ്ങൾ പൊതുവെ എടുത്ത നിലപാട്, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പൊതുവെ എടുത്ത നിലപാട് ഈ കഴിഞ്ഞ 10 കൊല്ലം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ പുതുതായി എയ്ഡഡ് അടിസ്ഥാനത്തിലുള്ള സ്കൂളുകളോ കോളേജുകളോ അനുവദിക്കുന്ന നില സ്വീകരിച്ചിട്ടില്ല. അതെനിക്ക് മനസ്സിലായി. ഞാൻ പറയുന്നത്, പക്ഷെ മലപ്പുറത്ത് ഞങ്ങൾ എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുകയാണ്, ഞങ്ങളെ ഒഴിവാക്കുകയാണ് എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയല്ലേ? അപ്പോ മലപ്പുറത്ത് ഒരു കോളേജോ മറ്റോ കൊടുത്ത് അദ്ദേഹത്തിന്റെ പ്രശ്നം തീർക്കണ്ടേ? 10 വർഷമായി അദ്ദേഹം പ്രയാസത്തിലാണ്. എന്തിനാണ് ഒഴിവാക്കുന്നത്? ആരെയും ഒഴിവാക്കേണ്ടത്? അല്ല, വെള്ളാപ്പള്ളി പറയുന്നു അദ്ദേഹത്തിന് കിട്ടുന്നില്ല മലപ്പുറത്ത്. ഒഴിവാക്കാനുള്ള ഒരു നിലപാടും CPIM കൈകാര്യം ചെയ്തിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ നിലപാടാണ്, നയപരമായ സമീപനമാണ്. എയ്ഡഡ് മേഖലയിൽ സ്കൂളുകളോ കോളേജുകളോ ഇപ്പോൾ തുടങ്ങിയിട്ടില്ല. ഈ കഴിഞ്ഞ 10 കൊല്ലവും തുടങ്ങിയിട്ടില്ല. അത്യപൂർവം വരുന്ന ചില വളരെ പിന്നണിയിൽ നിൽക്കുന്ന സ്ഥലത്ത് മാത്രമാണ് ചില കാര്യങ്ങൾ ആലോചിച്ചു. അല്ല, പിന്നണിയിൽ എന്ന് പറയുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന ഈഴവ സമുദായത്തിനും മലപ്പുറത്ത് ഇല്ല എന്ന പ്രശ്നം അദ്ദേഹം നിരന്തരം പറഞ്ഞു നടക്കുകയാണ്. അപ്പൊ ആ പ്രശ്നം പരിഹരിക്കണമെന്ന് CPIM-ന് തോന്നാത്ത എന്താണെന്നാണ് എന്റെ ചോദ്യം. ഞാൻ പറഞ്ഞില്ലേ, പൊതുവായിട്ട് തീരുമാനിച്ചല്ലോ, ഞങ്ങൾ എയ്ഡഡ് സ്കൂളോ അത് എയ്ഡഡ് കോളേജോ അനുവദിക്കുന്ന പ്രശ്നമില്ല. പിന്നെ ഈ SNDP ജനറൽ സെക്രട്ടറി ഇത് പറഞ്ഞു നടക്കുന്നത് എന്തിനാണ്? പിന്നെ അതെന്നോടാ ചോദിക്കുന്നത്? അല്ല, അദ്ദേഹം പറയാണ് സർക്കാർ തരുന്നില്ല എന്ന്. അത് അദ്ദേഹത്തോട് നേരിട്ട് ചോദിക്കണം. എന്താ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നതിന്റെ അടിസ്ഥാനം? ഇങ്ങനെ പറഞ്ഞോ, ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് കൂടി പറഞ്ഞിട്ട് ചോദിച്ചു. ശരി. അപ്പൊ മലപ്പുറത്ത് അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പൊ കോളേജ് ആർക്കെങ്കിലും, മലപ്പുറത്ത് പ്രത്യേകിച്ച് ആർക്കെങ്കിലും ഇപ്പൊ കോളേജ് കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്ന് ഗവൺമെന്റ് കാണുന്നില്ല? ഇല്ല, എയ്ഡഡ് കോളേജ് കൊടുക്കണം ഒരു സാഹചര്യവും ഇല്ല. എയ്ഡഡ് സ്കൂളോ എയ്ഡഡ് ഹൈസ്കൂളോ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളോ എയ്ഡഡ് ഈ കോളേജോ കൊടുക്കേണ്ട ഒരു സാഹചര്യം ഇപ്പം നമ്മുടെ മുമ്പിൽ. ശരി. അല്ല, ഈ മലപ്പുറത്ത് പക്ഷേ ഭൂരിപക്ഷ സമുദായത്തിന് ജീവിക്കാൻ ശ്വാസം മുട്ടുന്നു എന്ന് പറഞ്ഞാൽ, ഒരു സമുദായ നേതാവ് പറഞ്ഞാൽ, അത് ഭരണപരമായ നിങ്ങളുടെ പരാജയമല്ലേ? അവിടുത്തെ ഹാർമണി ഉറപ്പാക്കാൻ എന്താണ് ഗവൺമെന്റ് ഇടപെടാത്തത്? അല്ലേ? അല്ല, അങ്ങനെ ഓരോരാൾക്കും ഓരോ അഭിപ്രായം ഉണ്ടാവും. അവിടെ ഭൂരിപക്ഷ സമുദായം എന്ന് പറഞ്ഞാൽ മലപ്പുറത്ത് യഥാർത്ഥത്തിൽ സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയാൽ ആരാ ഭൂരിപക്ഷ സമുദായം? അല്ല, പക്ഷേ കേരളത്തിലെ ഒരു ഈഴവ സമുദായത്തിന്റെ പ്രതിനിധി പറയുന്നു അവിടെ പറ്റുന്നില്ല ജീവിക്കാൻ എന്ന് പറയുന്ന പ്രശ്നം ഒരു സർക്കാരിലെ ഉത്തരം പറയേണ്ടത്. അതും കൂടി പറഞ്ഞിട്ട് അപ്പുറം കിടക്കുന്ന ഞാൻ അല്ല, ഈഴവ സമുദായത്തിന്റെ നേതാവ് പറയുകയാണ് മലപ്പുറത്ത് ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ നിങ്ങളുടെ ഭരണപരമായ തോൽവിയല്ലേ അത്? അത് ഞങ്ങൾ പരിശോധിച്ചോളും.
അത് പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിച്ചോളാം. എന്ന് വെച്ചാൽ മലപ്പുറത്ത് ജീവിക്കാൻ കൃത്യമായിട്ട് മനസ്സിലാക്കി ഇടപെട്ടോളാം. അല്ല, മലപ്പുറത്ത് താമസിക്കാൻ പ്രശ്നമുണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്നതാണോ മാഷ് പറയുന്നത്? മലപ്പുറത്ത് ഒരു ജനവിഭാഗത്തിനും ജീവിക്കാൻ ഒരു പ്രയാസമില്ല. മലപ്പുറത്ത് ഒരു ജനവിഭാഗത്തിനും ജീവിക്കാൻ പ്രത്യേക ഒരു പ്രശ്നമില്ല. അപ്പോ പിന്നെ വെള്ളാപ്പള്ളി പറയുന്നത് നുണയാണോ? അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട കാര്യം. ശരി, അപ്പൊ മാഷ് ചില അങ്ങനെ പരിധി വിട്ട് അതിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. മാഷ് ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, 10 വർഷം മുൻപ് വെള്ളാപ്പള്ളി നടേശനെ കേരള തൊഗാഡിയ എന്ന് വിളിച്ചത് തെറ്റായി പോയി എന്നല്ലേ CPM അങ്ങനെ CPM മനസ്സിലാക്കുന്നുണ്ടോ? ഇപ്പോ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഉയർത്തിയ വിമർശനമോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലൊരു പദപ്രയോഗമോ അതെല്ലാ കാലത്തേക്കും ബാധകമായ ഒന്നായിരിക്കും എന്ന് മാറിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തെയും പ്രപഞ്ചത്തെയും പ്രകൃതിയെയും മനസ്സിലാക്കാതെ എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള പ്രകൃതി നിയമത്തെ ഉൾക്കൊള്ളാതെ പണ്ട് എപ്പോ പറഞ്ഞത് അതേപോലെ തന്നെ തുടരുകയാണ് എന്ന് പറയുന്ന ധാരണ തന്നെയാണ് തെറ്റ്. ഓക്കെ, അപ്പൊ അന്ന് തൊഗാഡിയ എന്ന് വിളിക്കാനുള്ള സാഹചര്യം കാര്യം അന്ന് വസ്തുനിഷ്ഠ യാഥാർത്ഥ്യത്തെ അടിസ്ഥാനപ്പെടുത്തി അപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പറയുകയാണ് ചെയ്യുക. അത് ഇപ്പം പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും നമ്മൾ കൃത്യമായ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അതിനെന്തായാലും കുഴപ്പമുള്ളത്? അല്ല, ഞാൻ പറഞ്ഞ ഞങ്ങൾ ഓരോ സന്ദർഭത്തിലും അന്ന് കേരള തൊഗാഡിയ എന്ന് അദ്ദേഹത്തെ വിളിച്ച സാഹചര്യം വിളിക്കേണ്ട ഘട്ടം ഇപ്പോ ഇല്ല എന്നാണ്. എങ്ങനെ? അന്ന് കേരള തൊഗാഡിയ എന്ന് വിളിച്ചല്ലോ, നൗഷാദിന് 10 ലക്ഷം രൂപ സർക്കാർ കൊടുത്തപ്പോൾ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഉദ്ദേശിക്കുന്ന വ്യക്തമായി പറയാം. ഉദ്ദേശിക്കുന്നത് വ്യക്തമായിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന വ്യക്തമായി പറയാം. പദപ്രയോഗം ഇപ്പോൾ ഉപയോഗിക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ല, ഞാൻ പറയാം. പക്ഷേ ഞാൻ വ്യക്തത വരുത്താം. അന്ന് മാൻഹോളിൽ വീണ് മരിച്ച നൗഷാദിന് 10 ലക്ഷം രൂപ സർക്കാർ സഹായം കൊടുത്തപ്പോൾ മുസ്ലിം ആയതുകൊണ്ട് കൊടുത്തതാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം വർഗീയ വിദ്വേഷം ചീറ്റി. അത് വർഗീയതയാണ് എന്ന് പറയാൻ അന്ന് CPIM-ന് കഴിയുമായിരുന്നു. കേരള തൊഗാഡിയ എന്നുള്ള വാക്ക് വിടാം. പക്ഷെ ഇന്ന് അദ്ദേഹം അതിനേക്കാൾ വലിയ വർഗീയത വിഷം ചീറ്റുമ്പോൾ ആ പറയുന്നത് വർഗീയതയാണ് എന്ന് പറയാൻ CPIM-ന് കഴിയുന്നില്ല. മറിച്ച് ഞങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞ എല്ലാ അഭിപ്രായത്തോടും യോജിപ്പില്ല എന്നൊക്കെയുള്ള വളരെ പോളിഷ്ഡ് ആയിട്ടുള്ള വാക്കുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നു. അന്നത്തെ ഒരു വീര്യം നിങ്ങളുടെ വാക്കുകളിൽ ഈ വർഗീയ സംഗതികളെ ചെറുക്കാനില്ല. ഞങ്ങൾ ഉപയോഗിക്കണമെന്ന് നിങ്ങൾ നിർബന്ധം പിടിക്കേണ്ട കാര്യമില്ല. നിർബന്ധിച്ചാൽ പിടിച്ചാലും പറയില്ല. അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന പദങ്ങൾ തന്നെയാണ് ഞങ്ങൾ ഉപയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായി ആ രീതിയിൽ നടക്കില്ല. വർഗീയത എന്നത് നമ്മൾ ഉണ്ടാക്കിയ നിലപാട്, വർഗീയ സമീപനം, വർഗീയ പദപ്രയോഗം കേക്ക് അതുകൂടി പറഞ്ഞാലയാ. വർഗീയ നിലപാട്, വർഗീയ സമീപനം, വർഗീയ പദപ്രയോഗം ഉപയോഗിക്കുന്നത് തെറ്റാണ്. ആ തെറ്റായ പ്രയോഗത്തെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി പിന്നെ വെറുതെ വേണ്ടാതെ വേറെ എന്തെങ്കിലും വ്യാഖ്യാനിക്കൊന്നും വേണ്ട. കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു വെച്ചു. ശരി, അല്ല എന്റെ ചോദ്യം വെള്ളാപ്പള്ളി അത് അങ്ങനെ പറയുന്നുണ്ടോ എന്നാണ്. വെള്ളാപ്പള്ളി വർഗീയത ആര് പറഞ്ഞാലും X or Y ആര് പറഞ്ഞാലും ഞങ്ങൾ നിലപാട് തന്നെയാണ്. പക്ഷെ അപ്പൊ എന്ന് വെച്ചാൽ അന്ന് 10 വർഷം മുമ്പ് സ്വീകരിച്ചതുപോലെ ഷാർപ്പായിട്ടുള്ള വാക്കുകൾ ഒഴിവാക്കാനാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് രാഷ്ട്രീയ ആവശ്യമാണ്, വർഗീയ ആവശ്യമാണ്. ആ ആവശ്യത്തിന് നിന്ന് കൊടുക്കാൻ ഈ പാർട്ടി ഇല്ല കേട്ടോ. നിങ്ങളുടെ വർഗീയ ആവശ്യത്തിനും നിങ്ങളുടെ രാഷ്ട്രീയ ആവശ്യത്തിനും നിങ്ങൾ പറയുന്നത് പോലെയുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതിന് പാർട്ടി ഇല്ല. ഞങ്ങളുടേതായ നിലപാടുണ്ട്. ആ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ജനങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാനൊരു കാര്യം അവർക്ക് മനസ്സിലാവും. ഒരു കാര്യം ഞാൻ ഇങ്ങനെ കൺക്ലൂഡ് ചെയ്തോട്ടെ മാഷെ. അതായത് 10 വർഷം മുൻപ് ഒരു സന്ദർഭത്തിൽ കേരള തൊഗാഡിയ ചോദ്യത്തിന് മറുപടി ഉണ്ട്. എല്ലാ ചോദ്യത്തിനും മറുപടി ഉണ്ട്. യെസ്, അല്ല 10 വർഷം മുൻപ് ഇങ്ങനെ ഒരു അന്നത്തെ ഒരു സാഹചര്യത്തിൽ കേരള തൊഗാഡിയ എന്ന് വിളിച്ചു. അത് അന്നത്തെ സാഹചര്യമാണ്. ഇന്ന് ആ സാഹചര്യം ഇല്ല എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു എന്ന് ഞാൻ മനസ്സിലാക്കട്ടെ. അന്നത്തെ സാഹചര്യം എങ്ങനെ ഇന്നത്തെ സാഹചര്യമാകുക? അതല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഈ പ്രകൃതി നിയമങ്ങളൊന്നും മനസ്സിലാക്കാതെ ചോദിക്കുകയാണെന്ന്. മുസ്ലിമായ ഒരാൾക്ക് 10 ലക്ഷം രൂപ സർക്കാർ സഹായം കൊടുത്തതിനാണ് അദ്ദേഹം വിമർശിച്ചത്. അതിനേക്കാൾ വലിയ വർത്തമാനം പറയാണ് പ്രപഞ്ച നിയമം. അല്ല, അന്ന് മുസ്ലിം സമാനമായ സാഹചര്യം അന്ന് മുസ്ലിമായ ഒരാൾ മാൻഹോളിൽ മരിച്ചപ്പോൾ 10 ലക്ഷം കൊടുത്തു. സാഹചര്യം സമാനമാണ്. പക്ഷെ നിങ്ങളുടെ സമീപനം വ്യത്യസ്തവും. അന്ന് മുസ്ലിമായ ഒരാൾക്ക് 10 ലക്ഷം സഹായം കൊടുത്തതിനെ വിമർശിച്ചു. ഇന്ന് മുസ്ലിമായ ഒരു മാധ്യമ പ്രവർത്തകനെ തീവ്രവാദി എന്ന് വിളിക്കുന്നു. അല്ല, അന്ന് മുസ്ലിമായ ഒരാൾക്ക് 10 ലക്ഷം ധനസഹായം കൊടുത്തതിനെ വർഗീയമായി കണ്ടു. തെറ്റാണ് ഞാൻ പറഞ്ഞല്ലോ.
ഇന്ന് മുസ്ലിമായ ഒരാളെ തീവ്രവാദി എന്ന് വിളിക്കുന്നു. രണ്ട് സാഹചര്യത്തിലും നിങ്ങൾക്ക് പക്ഷേ രണ്ട് സമീപനം. അന്ന് കേരള തൊഗാഡിയ എന്ന് വിളിക്കുന്നു, ഇന്ന് തെറ്റാണ്, അംഗീകരിക്കാൻ കഴിയാത്തതാണ്, മോശമാണ് പോലെയുള്ള ലളിതവാക്കുകൾ. ഒരു പത്രപ്രവർത്തനെ വർഗീയവാദി എന്ന് വിളിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. തെറ്റായ നിലപാടാണത്. അല്ല, അങ്ങനെ വിളിക്കുന്ന ആളുടെ ഉള്ളിൽ വർഗീയത ഉണ്ടോ? അങ്ങനെ മുസ്ലിമായ ഒരാളെ കാണുമ്പോൾ വർഗീയവാദി എന്ന് കാരണരഹിതമായി വിളിക്കാൻ ഒരാൾ തുനിഞ്ഞാൽ ഞാനിപ്പോ ഇവിടെ വിശദീകരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? നിങ്ങളെല്ലാം ഉള്ളിലുള്ള വർഗീയതയെ പറ്റി ഞാനിപ്പോൾ ഇവിടെ എന്തിനാണ് വിശദീകരിക്കുന്നത്? ഓരോരാളെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരെങ്കിലും ചർച്ച ചെയ്യാറുണ്ടോ? അങ്ങനെ വിശദീകരിച്ച് പാരമ്പര്യം പാർട്ടിക്ക് ഉണ്ടായിരുന്നു. വർഗീയമായ നിലപാടുകളോ വർഗീയമായ സമീപനങ്ങളോ വർഗീയമായ പദപ്രയോഗങ്ങളോ യഥാർത്ഥത്തിൽ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഇത്രയും പറഞ്ഞാൽ തന്നെ വ്യക്തത അല്ലാതെ പിന്നെ വീണ്ടും വീണ്ടും ഉള്ളിൻ്റെ ഉള്ളിൽ അതുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നതിൽ വല്ല കാര്യമുണ്ടോ സുഹൃത്തെ? ശരി മാഷെ, ഇതിനകത്ത് CPI-യുടെയും CPIM-ന്റെയും വിശകലനങ്ങൾക്കകത്ത് വ്യത്യാസം കാണുന്നുണ്ടല്ലോ. വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ കർക്കശമായ സമീപനം CPI സംസ്ഥാന സെക്രട്ടറി സ്വീകരിക്കുന്നു. പേര് പറഞ്ഞുകൊണ്ട് തന്നെ രണ്ടും പക്ഷെ ഒരേ മുന്നണിയിലെ കക്ഷികളാണ്, ഒരേ നയത്തിന്റെ അടിസ്ഥാനത്തിൽ പോകുന്ന മുന്നണിയിലെ കക്ഷികളാണ്. രണ്ട് പാർട്ടികൾക്ക് പാർട്ടിയുടേതായ നിലപാടുകളും സമീപനങ്ങളും ഉണ്ടാവും. അല്ലെന്താ പിന്നെ സംശയമുള്ളത്? അല്ല, ഒരേ പാർട്ടി നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണോ ഞങ്ങൾ? രണ്ട് അല്ല. പക്ഷെ നിങ്ങൾ രണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണെന്ന് മാത്രമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ രണ്ട് കക്ഷികളാണ്. ആ നിലയ്ക്ക് നിങ്ങൾക്ക് ഒരേ നയ സമീപനം ഉണ്ടാവുമല്ലോ. അതിൽ തന്നെ ഒരു പാർട്ടി വെള്ളാപ്പള്ളിയെ തള്ളിക്കളയുന്നു വെള്ളാപ്പള്ളിയുടെ പേര് പറഞ്ഞുകൊണ്ട്, മറ്റൊരു പാർട്ടിക്ക് വെള്ളാപ്പള്ളിയുടെ പേര് പറയാൻ ഇപ്പോഴും അമാന്തം. ഈ വ്യത്യാസം ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കില്ലേ? ജനങ്ങൾക്ക് ഒരു ആശയക്കുഴപ്പമില്ല. നിങ്ങൾക്കുള്ള ആശയക്കുഴപ്പം സൃഷ്ടിക്കാനുള്ള നിങ്ങളുടെ പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ഈ കാര്യത്തിൻ്റെ അകത്ത് വന്നു ചേരുന്നത്. അല്ലാണ്ട് വേറെ ഞങ്ങൾക്കോ വേറെ സംശയങ്ങളൊന്നുമില്ല. അല്ല, ഈ ഇതിനകത്ത് ഞങ്ങൾക്ക് കൃത്യമായ നിലപാടാണ്. CPI CPM-ഉം ചേർന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ പ്രവർത്തിക്കുന്ന രണ്ട് പാർട്ടികൾ എന്ന രീതിയിൽ രണ്ട് പാർട്ടികൾക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെ ഉണ്ട്. യോജിക്കാവുന്ന തലങ്ങളിൽ നിന്നുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ടേക്ക് പോകുന്നത്. അതാണ് ലളിതമായ കാര്യം. വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ പ്രശ്നമില്ല. വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ പക്ഷേ നിങ്ങൾക്ക് യോജിക്കാൻ കഴിയുന്നില്ല അല്ലേ? എല്ലാ കാര്യത്തിലും നമുക്ക് യോജിപ്പാണ്. അല്ല, വെള്ളാപ്പള്ളിയെ ഞാൻ കാറിൽ കയറ്റില്ല എന്ന് ബിനോയ് വിശ്വം പറയുന്നു, ഞാൻ കയറ്റുമെന്ന് പിണറായി വിജയൻ പറയുന്നു. വെള്ളാപ്പള്ളി അല്ല പറഞ്ഞല്ലോ, പിണറായി പറഞ്ഞല്ലോ അതിന് മറുപടി അത് വ്യക്തിപരമായ ഓരോരുത്തരുടെയും താല്പര്യവും വ്യക്തിപരമായ നിലപാടുകളാണ്. അല്ലല്ലോ, പിണറായി വിജയൻ വ്യക്തിയല്ലല്ലോ. പിണറായി എന്ന് പറയുന്ന ഞാൻ ബിനോയ് വിശ്വൻ അല്ല എന്ന് പറഞ്ഞല്ലോ. അല്ലല്ലോ, പിണറായി വിജയൻ വ്യക്തി അല്ലല്ലോ. CPIM-ന്റെ അല്ലല്ലോ, CPIM-ന്റെ PB അംഗവും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമല്ലേ എന്ന് പറയുമ്പോൾ വ്യക്തി അല്ലാണ്ട് പിന്നെ വേറെ ഒരു ഇതാണോ? പിണറായി വിജയൻ കേവലമായ ഒരു വ്യക്തിയല്ല, അദ്ദേഹം CPIM-ന്റെ PB അംഗമാണ്. അദ്ദേഹം ഒരു വ്യക്തിയുമാണ്. അപ്പൊ PB അംഗമാണ്, അദ്ദേഹം മുഖ്യമന്ത്രിയുമാണ്, അദ്ദേഹം ഒരു വ്യക്തിയുമാണ്. അത് പിന്നെ അതെന്താ നിങ്ങൾ തള്ളിക്കളയുന്നു? ഞാൻ ചോദിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വെള്ളാപ്പള്ളി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വെള്ളാപ്പള്ളി പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വർഗീയതയോട് എന്താണ് സമീപനം എന്ന് ചോദിച്ചാൽ CPI-ക്ക് ഒരു സമീപനം, CPIM-ന് ഒരു സമീപനം എന്ന വ്യത്യാസം വരുന്നു. അപ്പൊ നിങ്ങളുടെ പൊതുസമീപനം എന്താണ് എന്ന കാര്യത്തിൽ അതാ ഞാൻ ചോദിക്കുന്നത്. എന്താ വ്യത്യസ്ത സമീപനം പറയാ? വെള്ളാപ്പള്ളി പറയുന്നത് വർഗീയത, CPM-നും CPI-ക്കും തമ്മിലുള്ള വ്യത്യസ്ത സമീപനം എന്താണ് ആ കാര്യത്തിൽ? ഞാൻ കൃത്യമായി പറഞ്ഞില്ലേ സുഹൃത്തെ, വെറുതെ ആവശ്യമില്ലാണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങളെ പ്രേക്ഷകരിലെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, വെള്ളാപ്പള്ളി നടേശന്റെ വ്യക്തിപരമായിട്ടുള്ള പരാമർശത്തിന്റെ ഭാഗമായിട്ട് വർഗീയമായ നിലപാടോ വർഗീയമായ പദപ്രയോഗങ്ങളോ ഒന്നും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും വീണ്ടും ആ ചോദ്യം ചോദിക്കുന്നത് നിങ്ങളുടെ വർഗീയമായ നിലപാടാണ്, അല്ലാണ്ട് വേറെ കാര്യമില്ല ഇതിൻ്റെ അകത്ത്. അതാ കാര്യം. നിങ്ങൾക്ക് വർഗീയമായ ഒരു ധാരണയുണ്ട്, അത് വെച്ചിട്ടാണ് നിങ്ങൾ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് ഞങ്ങൾക്കതിൽ യാതൊരു തർക്കമില്ല, യാതൊരു പ്രശ്നമില്ല. ഞാൻ പറയുകയും ചെയ്തു, വ്യക്തമാക്കുകയും ചെയ്തു. എന്നിട്ടും പിന്നെ അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? സംശയം എന്തോ. വെള്ളാപ്പള്ളി വർഗീയത പറയുന്നു എന്നുള്ള വാക്ക് പറയാൻ മാഷ് മടിക്കുന്നില്ല, പക്ഷെ നമുക്ക് വർഗീയത ഉണ്ടെന്ന് പറയാൻ മാഷ് വളരെ കൃത്യമായിട്ടുള്ള നിലയെടുക്കുന്നു. ഞാൻ ചോദിക്കുന്നത് ഇതിനകത്ത് വേറൊരു കാര്യമുള്ളത്, ഒറ്റ കാര്യം കൂടി ചോദിച്ചു ഞാൻ ഈ സെഷൻ വിടും. നിങ്ങളുടെ വർഗീയത നിങ്ങളുടെ മുഖമുദ്രയാണല്ലോ. നിങ്ങൾക്കുള്ള വർഗീയത നിങ്ങളുടെ മുഖമുദ്രയാണ്. അത് പറയാൻ മാഷ് മടിയൊന്നുമില്ല, ഒരു വ്യക്തിയുടെ പ്രശ്നമല്ല. അല്ല, ആ ആക്ഷേപം ഉന്നയിക്കാൻ വെള്ളാപ്പള്ളി വർഗീയത അദ്ദേഹത്തിന്റെ മുഖമുദ്രയാണെന്ന് പറയില്ല. ഇല്ല, ഒരു മടിയില്ല. പക്ഷെ വെള്ളാപ്പള്ളിയുടെ വർഗീയത മുഖമുദ്രയാണെന്ന് പറയില്ല. നിങ്ങളെ വിലയിരുത്തുന്ന പോലെ അദ്ദേഹത്തെ വിലയിരുത്താൻ പറ്റില്ല. അപ്പൊ അദ്ദേഹം കണ്ടാൽ മതി. അപ്പൊ അദ്ദേഹം കേമനാണ്.
അതങ്ങനെ രണ്ടായിട്ട് തന്നെ കണ്ടാൽ മതി. പക്ഷേ ന്യൂനപക്ഷ വർഗീയതയുടെ അങ്ങേ തല കൈകാര്യം ചെയ്യുന്നവരാണ് എന്ന് ഞാൻ മൊണ്ടേ പറയലുണ്ട്, ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കും. ആയിക്കോട്ടെ. അപ്പോൾ അത് പക്ഷേ വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ ചാനലിൽ വന്നിട്ട് തന്നെ ഞാൻ പറയുന്നത് അല്ലേ, ദൂരം പറയുന്നത് അല്ല, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അതിൽ തെറ്റൊന്നും ഞാൻ പറഞ്ഞു ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല വന്നതുകൊണ്ട്. അങ്ങേക്ക് അങ്ങയുടെ അഭിപ്രായം പറഞ്ഞത് തെറ്റൊന്നുമില്ല. പക്ഷേ ന്യൂനപക്ഷ വർഗീയതയുടെ അങ്ങേ തലയെ കുറിച്ച് പറയുന്ന ആവേശം, ഭൂരിപക്ഷ വർഗീയത പടർത്താൻ ശ്രമിക്കുന്ന ആൾക്കാരെ കുറിച്ച് പറയാൻ CPM ഭയപ്പാടാണ്. ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ വർഗീയവാദികളെ സംബന്ധിച്ച് ഞങ്ങളുടെ അഭിപ്രായമാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു 5 മിനിറ്റൂടെ ഞാൻ സമയം എടുക്കുള്ളൂ. പക്ഷേ തിരക്കൊണ്ടെന്ന് അറിയാം. ഞാൻ ചോദിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ വർഗീയതയെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമി എന്നുള്ള പേര് പറയാൻ മടിയില്ല. അല്ല, ജമാഅത്തെ ഇസ്ലാമി എന്നുള്ള പേര് പറയാൻ മടിയില്ല, വർഗീയത എന്ന് പറയാൻ മടിയില്ല. ജമാഅത്തെ ഇസ്ലാമിനെ മടിക്കേണ്ട കാര്യം. പക്ഷെ വെള്ളാപ്പള്ളിയുടെ വർഗീയതയെ കുറിച്ച് വെള്ളാപ്പള്ളി BDJS ഉണ്ടാക്കി BJP പക്ഷെ വെള്ളാപ്പള്ളിയുടെ വർഗീയതയെ കുറിച്ച് മിണ്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, അതിനോടൊന്നും ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അല്ല, അത് യോജിപ്പില്ല എന്ന് പൊതുവെ പറയൂ. വെള്ളാപ്പള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ മതനിരപേക്ഷതയ്ക്കെതിരായ വർഗീയതയാണ്. ഞങ്ങൾക്ക് യോജിപ്പില്ല, അതിനോടുള്ള പ്രതിഷേധാത്മകമായ നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചത്. അല്ല, അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് രൂപപ്പെട്ടു വന്ന SNDP പോലെയുള്ള, അതായത് ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച SNDP പോലുള്ള സ്ഥാപനം വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി BDJS ഉണ്ടാക്കി അതിൻ്റെ ഒപ്പം ചേർന്ന നിലപാടിനെ അന്നും ഇന്നും അതിശക്തിയായിട്ട് എതിർത്ത പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. അതിൽ ഒരു സംശയവും വേണ്ട. അല്ല, BDJS കൊടിയെടുത്ത് കൊടുത്ത് സ്ഥാപിച്ച ഞാൻ പറഞ്ഞത് ആ BDJS കൊടിയെടുത്ത് കൊടുത്ത് അതിന്റെ പേര് പ്രഖ്യാപിച്ച് അതിന്റെ പേര് പ്രഖ്യാപിച്ച് അതിനെ BJP പാളയത്തിൽ പ്രതിഷ്ഠിച്ച ഒരാളെയാണ് നിങ്ങൾ ഇന്നും പറഞ്ഞിട്ടുള്ളത്. അല്ല, ആ BDJS കൊടിയെടുത്തു കൊടുത്ത് അതിന്റെ പേര് പ്രഖ്യാപിച്ച് അതിനെ BJP പാളയത്തിൽ കൊണ്ടുപോയി കെട്ടിയ ആളെയാണ് നിങ്ങൾ നവോത്ഥാന സംരക്ഷണ സമിതിയുടെ നായകനാക്കി ഇപ്പോഴും പേര് പറയാൻ ഭയപ്പെട്ട് കൊണ്ടു നടക്കുന്നത്. ആ ഇരട്ടത്താപ്പ് ജനം മനസ്സിലാക്കില്ലേ മാഷേ? ഞങ്ങൾക്ക് ഒരു പേര് പറയാനും ഒരു ഭയമില്ല. നിങ്ങൾക്ക് വെറുതെ ഭയമുണ്ട് മാഷേ. അല്ലെങ്കിൽ നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പോലെ വർഗീയ ധ്രുവീകരണം ജമാഅത്തെ ഇസ്ലാമിയോട് യോജിപ്പില്ല, ഞങ്ങൾക്ക് നല്ലതായിരിക്കും. പുള്ളി മാറ്റാനൊന്നും പറ്റില്ല. പുള്ളിപ്പുലിയുടെ പുള്ളി മാറ്റാൻ പറ്റുമോ? വർഗീയവാദികളെ സംബന്ധിച്ചിടത്തോളം ആ പുള്ളി മാറുന്നില്ല. മാഷെ, ജമാഅത്തെ ഇസ്ലാമിയോട് ഞങ്ങൾക്ക് യോജിപ്പില്ല, രീതിയിൽ പുറത്തു വരും. മനസ്സിലാക്കാൻ കുറച്ച് സമയം പിടിക്കുന്നേ ഉള്ളൂ. മാഷെ, ജമാഅത്തെ ഇസ്ലാമിയോട് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്നല്ലല്ലോ മാഷ് പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമി അവർ വർഗീയവാദികളാണ് എന്നാണ്. പക്ഷെ വെള്ളാപ്പള്ളിയുടെ കാര്യം പറയുമ്പോൾ അത്തരക്കാരോടൊന്നും ഞങ്ങൾക്ക് അത്തരക്കാരുടെ വർഗീയവാദികളോട് യോജിപ്പില്ല. പക്ഷേ വെള്ളാപ്പള്ളി പറയുന്ന വർഗീയതയെ ഞങ്ങൾക്ക് യോജിപ്പില്ല. വെള്ളാപ്പള്ളി വർഗീയവാദികളോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അത് പറയുമ്പോൾ നിങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ പേര് പറയാം. അത് പറയുമ്പോൾ നിങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ പേര് പറയാൻ മടിയൊന്നുമില്ല. പക്ഷേ വെള്ളാപ്പള്ളി പറയുന്നത് വെള്ളാപ്പള്ളി വർഗീയത പറയുന്നുണ്ട്. ന്യൂനപക്ഷ വർഗീയതയോടും. എന്റെ ചോദ്യം വെള്ളാപ്പള്ളി വർഗീയത പറയുന്നുണ്ടോ എന്നാണ്. പറയുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ വെള്ളാപ്പള്ളി വർഗീയത പറയുന്നുണ്ട്. ആ പറയുന്ന വർഗീയ നിലപാടിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അപ്പൊ വെള്ളാപ്പള്ളി വർഗീയത പറയുന്നത് എന്തിനായിരിക്കും പക്ഷേ? പോരെ, വെള്ളാപ്പള്ളി നിരന്തരമായി വർഗീയത പറയുന്നത് എന്തിനായിരിക്കും? അല്ല, നിങ്ങളെല്ലാം വർഗീയത പറയുന്നത് എന്തിനാ? എല്ലാ വർഗീയതക്കും ഒരു ഉന്നുണ്ട്. അല്ല, നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമി വർഗീയത എന്റെ ചോദ്യം അതല്ല. വെള്ളാപ്പള്ളി നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമി വർഗീയത നിങ്ങൾ മാറ്റിയെടുത്തിരിക്കുകയാണ്. ഒരു ഉന്നം, പ്രധാനപ്പെട്ട ഉന്നം അതൊന്ന് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ്. വിരുദ്ധതയാണ്. ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള BJP ഉൾപ്പെടെ RSS ഉൾപ്പെടെയുള്ള എല്ലാ വർഗീയവാദികളുടെയും വർഗീയതയ്ക്ക് പിന്നിലുള്ള ഉന്നം അത് പുരോഗമന വിരുദ്ധമാണ്, അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണ്, രാജ്യവിരുദ്ധമാണ്, വെള്ളാപ്പള്ളി വർഗീയത മതനിരപേക്ഷ വിരുദ്ധമായ, ജനാധിപത്യ വിരുദ്ധമായ, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ നിലപാടിനെയാണ് ഞങ്ങൾ ശക്തിയായിട്ട് എതിർക്കുന്നത്. ശരി, അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അല്ല ശരി, മാഷ് പറഞ്ഞല്ലോ വെള്ളാപ്പള്ളി വർഗീയത പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ വെള്ളാപ്പള്ളിയുമായിട്ട് നിങ്ങൾക്കൊരു സൗഹൃദവും നിങ്ങളുടെ ഒരുമിച്ചുള്ള കാർ യാത്രയും എങ്ങനെ സാധ്യമാകുന്നു? എങ്ങനെ നവോത്ഥാന സംരക്ഷണ സമിതി ചെറുപ്പത്തിൽ ഇപ്പോഴും അദ്ദേഹം ഇരിക്കുന്നു? അല്ല, വർഗീയവാദ നിലപാട് സ്വീകരിക്കുന്നത് ഒരു സമീപനമല്ല അദ്ദേഹത്തിന്റെ മൊത്തം വിലയിരുത്തുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ജനാധിപത്യത്തിന് മതനിരപേക്ഷതക്ക് ഉതകുന്ന രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകണം എന്നാണ് ഞങ്ങളുടെ എല്ലാ അഭിപ്രായം. അല്ല, അത് നിങ്ങൾ എത്ര ഇളവ് കൊടുക്കുന്നത്? അദ്ദേഹം വർഗീയത പറയുന്നുണ്ട് എന്ന് താങ്കൾ സമ്മതിച്ചു. CPIM സംസ്ഥാന സെക്രട്ടറി സമ്മതിക്കുകയാണ്. അദ്ദേഹം വർഗീയത പറയുന്നുണ്ട് എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി സമ്മതിക്കുകയാണ്. അല്ല, അദ്ദേഹം വർഗീയത പറയുന്നുണ്ട് എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി സമ്മതിക്കുകയാണ്. എന്നിട്ടും അദ്ദേഹത്തെ ചേർത്ത് നിർത്തണം എന്ന നിർബന്ധ ബുദ്ധി എന്തിനാണ് ചോദിക്കുക? സമ്മതിച്ചിട്ടുണ്ട്. അല്ല, അപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്നിട്ടും അദ്ദേഹത്തെ ചേർത്ത് നിർത്തണം, കാറിൽ കയറ്റണമെന്ന നിർബന്ധ ബുദ്ധി എന്തിനാണ്? അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഓരോ പ്രയോഗങ്ങളുടെയും ഭാഗമായിട്ട് വരുന്ന അർത്ഥതലങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കി
പൊതുസമൂഹത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നതിന് വേണ്ടിയുള്ള മുഖ്യധാരയിലേക്ക് അവരൊക്കെ മുന്നോട്ടേക്ക് വരണം എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളതെന്ന് ഞാൻ പറഞ്ഞല്ലോ. വെള്ളാപ്പള്ളി അങ്ങനെ അബദ്ധത്തിൽ വർഗീയത പറഞ്ഞു പോകുന്ന ആളാണോ മാഷേ? നിങ്ങൾക്ക് വേറെ ഒരു ചോദ്യമില്ലേ? നമ്മുടെ കേരളത്തിൽ ചോദിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമ്മുടെ കേരളം എന്ന് പറഞ്ഞ ഐഡിയ, ഒരു ആശയം എന്താ ഉദ്ദേശിക്കുന്നത്? ഈ ചർച്ചയിലൂടെ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വർഗീയതയാണോ എന്ന് CPM പറയുമോ എന്ന് എന്താ ഉദ്ദേശിക്കുന്നത്? ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വർഗീയതയാണെന്ന് ചോദിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യം എന്താ ഉള്ളത്? നിങ്ങൾ ആദ്യം സാങ്കല്പിക ചോദ്യം ചോദിക്കുക, പിന്നെ ഇമാതിരി ഓരോ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക. ശരി, നിങ്ങൾ വിളിച്ചിട്ടാണ് ഞാൻ വന്നത്. നിങ്ങൾ തോന്നിയ പോലെ ചോദ്യം ചോദിക്കില്ല. തീർച്ചയായും ന്യായമായ കാര്യങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന വർഗീയ മുഖം കിട്ടണം. അതിനു വേണ്ടി എന്നെ നോക്കണ്ട കേട്ടാ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു വർഗീയ മുഖം ഉണ്ടല്ലോ, ആ മുഖം നിങ്ങൾക്ക് ലഭിക്കത്തക്ക രീതിയിലുള്ള ഒരു നിലപാട് ഞാൻ സ്വീകരിച്ച് കിട്ടണമെന്നല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത് കിട്ടില്ല കേട്ടോ. നിങ്ങളെ വർഗീയ തനി സ്വരൂപം നന്നായിട്ട് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. ഇപ്പോഴൊന്നുമല്ല, എത്രയോ കാലമായിട്ട്. അതായത് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് വർഗീയതയാണ് എന്ന് പറഞ്ഞാൽ അത് ഒരു വർഗീയ പരാമർശമായി പോകും. നിങ്ങൾ പറയുന്നത് വർഗീയതയായി പോകുന്ന ഭയപ്പാടാണ് സത്യത്തിൽ നിങ്ങളെ ഭരിക്കുന്നത്. ഞാൻ ചോദിക്കുന്ന മാഷേ, VS അച്യുതാനന്ദൻ ഒരു കാലത്തും വെള്ളാപ്പള്ളി നടേശനോട് ഒരു നിലയ്ക്കുള്ള കോംപ്രമൈസും എടുത്തിട്ടുള്ള ആളല്ല. അതിന്റെ പേരിൽ VS അച്യുതാനന്ദന് വല്ല നഷ്ടവും പറ്റിയോ? പക്ഷെ നിങ്ങൾക്കൊക്കെ ഈ പേടി എന്തിനാണ്? VS അച്യുതാനന്ദൻ വെള്ളാപ്പള്ളി നടേശനെ ഒരു വ്യക്തിയായിട്ടേ കണ്ടിട്ടുള്ളൂ. SNDP യോഗം മുഴുവനായി കണ്ടിട്ടില്ല. വെള്ളാപ്പള്ളി അദ്ദേഹത്തെ ആഞ്ഞാക്രമിച്ചിട്ടുണ്ട്. VS-ന് ഒരു പരിക്കും പറ്റിയിട്ടില്ല. പക്ഷെ VS പോയി. നിങ്ങൾ അങ്ങനെ അല്ല കാണുന്നത്. നിങ്ങൾക്ക് VS-നെ പോലെ വർത്താനം പറയാൻ പറ്റുന്നുമില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള പൊളിറ്റിക്സ് അതാണ്. ഞങ്ങളും VS-ഉം തമ്മിൽ തർക്കമുണ്ടെന്ന് വരുത്താനാണ് നിങ്ങളുടെ ശ്രമം. അത് നിങ്ങൾ കൊണ്ട് നടന്നാൽ മതി. അല്ല, VS അല്ലേ കൊണ്ട് നിങ്ങൾ നടന്നോ? വെള്ളാപ്പള്ളി നടേശനോട് ഞങ്ങൾക്ക് കൃത്യമായ നിലപാടുണ്ട്. പാർട്ടി നിലപാടാണ് ഞാൻ പറഞ്ഞത്. VS പറഞ്ഞതും പാർട്ടി നിലപാട് തന്നെയാണ്. പിന്നെ ഞങ്ങൾ വെറുതെ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും വൈരുദ്ധ്യം ഉണ്ടെന്ന് വരുത്താനൊന്നും ശ്രമിക്കണ്ട. ശരി മാഷെ, ഞാനിത് വിട്ടു. അടുത്ത ഞാനൊന്ന് അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഈ തെരഞ്ഞെടുപ്പിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിനൊക്കെ ഇത്ര തന്നെ കാമ്പില്ല. നമ്മൾ 1 മണിക്കൂറായില്ലേ? 1 മണിക്കൂറായി. മാഷിന് പറയാനുള്ളതാണ്. എവിടെ വരെ പറയാൻ പറ്റും? എനിക്ക് എന്ത് മാത്രം ചോദിക്കാൻ പറ്റും? അത് കഴിഞ്ഞു. മണിക്കൂറായതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. അല്ല, ഇലക്ഷനിലേക്ക് മറുപടി പറയുന്നത് ഞാൻ പറഞ്ഞത്. ഒളിച്ചോടി പോകേണ്ട ഒരു കാര്യം CPM-നില്ല. നിങ്ങളോട് പറയുന്ന നിലപാടിനോടും നയത്തോടും ശരിയായ രീതിയിൽ പ്രതികരിക്കാൻ പറ്റിയില്ല. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞ് നടക്കണോ? ശരി ശരി മാഷെ, ഞാൻ ഇനി ഇലക്ഷനിലെ മറുപടി പറയുന്നത് എനിക്ക് യാതൊരു തരുമ്പും പ്രശ്നമില്ല. ശരി, അടുത്തത് 2-3 മാസം കൂടി മാത്രമേ ഇനിയിപ്പോൾ നമ്മൾ അസംബ്ലി ഇലക്ഷനിലേക്ക് പോകാൻ ബാക്കിയുള്ളൂ. അപ്പൊ നിലവിൽ ഇപ്പോൾ എടുക്കുന്ന ഒരു ഇലക്ഷൻ സ്ട്രാറ്റജി ഉണ്ടല്ലോ. ഒന്ന് സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള വികസന പരിപാടികൾ, 2 സർക്കാർ നടപ്പിലാക്കുന്ന ക്ഷേമ പദ്ധതികൾ, മൂന്നാമത്തേത് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന UDF എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം ലീഗ് ആൻഡ് മുസ്ലിം എക്സ്ട്രീമിസം. ഈ ഒരു പാക്കേജ് ആണോ ഇലക്ഷൻ പ്രചാരണ ആയുധമായിട്ട് അസംബ്ലിയിലും വെക്കാൻ പോകുന്നത്? ഞങ്ങൾ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, മതനിരപേക്ഷ കേരളം. അത് നിങ്ങളെന്താ വിട്ടുകളഞ്ഞത്? മറ്റൊന്ന്, വികസിത കേരളം, പുതിയ കേരളം, നവകേരളം. അതിൻ്റെ വികസനം, അതുപോലെ തന്നെ അതിൻ്റെ പുതിയ പാത, ഈ അതിദാരിദ്ര്യം ഉൾപ്പെടെ ഇനിയിപ്പം ദാരിദ്ര്യം തന്നെ അവസാനിപ്പിക്കാനുള്ള കാര്യം, ജനങ്ങളുടെ മൗലികമായ പ്രശ്നങ്ങൾക്ക് മുഴുവൻ പരിഹാരം കണ്ടുകൊണ്ടുള്ള ഒരു പുതിയ തലത്തിലേക്ക് കേരളത്തെ ഉയർത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വികസനം, അതിൻ്റെ ഒപ്പം തന്നെ ഒരു പുതിയ കേരള സൃഷ്ടിക്ക് വേണ്ടിയുള്ള ബോധപൂർവമായ ഇടപെടൽ, അതോടൊപ്പം സർവതല സ്പർശിയായ മേഖലയിൽ ജനങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ ടാറ്റയെയും ബിർളയെയും അദാനിയെയും അംബാനിയെയുമാണ് ഇതേവരെ ഭരണവർഗം വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായി അതിദാരിദ്ര്യം ഇപ്പോൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇനി ദാരിദ്ര്യം അവസാനിപ്പിക്കലാണ് ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തലാണ്. ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തലാണ്. അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലകൊള്ളുന്നത്. അപ്പോൾ മതനിരപേക്ഷ ഉള്ളടക്കം വേണം, സമാധാനപരമായ ഒരു അന്തരീക്ഷം വേണം. അത് വർഗീയത ഇല്ലാത്ത ഒരു വർഗീയ കലാപം നടക്കാതെ ഒരു 10 കൊല്ലാണ് കഴിഞ്ഞു പോയത്. വർഗീയ കലാപം നടത്താൻ വേണ്ടിയിട്ട് നിരവധി ശ്രമങ്ങൾ കേരളത്തിൽ ഉൾപ്പെടെ നടന്നിട്ടുണ്ട്. അത് ഭൂരിപക്ഷ വർഗീയതയുണ്ട്, ന്യൂനപക്ഷ വർഗീയതയുണ്ട്. അതൊക്കെ നടത്തിയിട്ടുള്ള ശ്രമങ്ങളെയൊക്കെ ഫലപ്രദമായി നേരിട്ടുകൊണ്ടാണ് കേരളം ഇന്ത്യക്ക് മാതൃകയാവുന്ന രീതിയിൽ പ്രവർത്തിച്ചത്. അപ്പോൾ മതനിരപേക്ഷ ഉള്ളടക്കത്തോടു കൂടിയുള്ള കേരളത്തെയാണ് ഞങ്ങൾ കാണുന്നത്. ഒപ്പം ഒരു വികസിത കേരളത്തെയാണ് കാണുന്നത്.
സമാധാനപരമായ ഒരു അന്തരീക്ഷം നിലനിർത്തി മുമ്പോട്ടേക്ക് കൊണ്ടുപോയിട്ടുള്ളതിൻ്റെ പാരമ്പര്യം തുടർന്ന് മുമ്പോട്ടേക്ക് കൊണ്ടുപോകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഈ കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം പറഞ്ഞു. പക്ഷേ ഇതിനകത്ത് ഇപ്പം CPI പാർട്ടിയെ കുറിച്ചൊരു കാര്യം ചോദിക്കുകയാണ്. അതായത് ഇപ്പോൾ രണ്ട് ടൈം ഇളവിന്റെ കാര്യത്തിലുള്ള സവിശേഷാനുകൂല്യം പിണറായി വിജയന് മാത്രമായിരിക്കുമോ, അതോ ഇപ്പോഴത്തെ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് ചിലപ്പോൾ കൂടുതൽ ആളുകൾക്ക് ആ കാര്യത്തിൽ ഇളവുണ്ടായേക്കുമോ? ഞങ്ങൾ ഈ കാര്യം സംബന്ധിച്ച് ഇതേവരെ പാർട്ടി ചർച്ച ചെയ്തിട്ടില്ല. ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ക്രൈറ്റീരിയ എന്താണ് എന്ന് ഞങ്ങൾ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടില്ല, ചർച്ച ചെയ്ത് തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ 2-ാം ടേം 3-ാം ടേം ഒന്നും അത് കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ അംഗീകരിച്ച ഒരു ക്രൈറ്റീരിയയാണ്. ആ ക്രൈറ്റീരിയ അതേപോലെ തുടരുകയാണ് എന്നുള്ളതൊന്നും തിരിതാട വേണ്ട. ഓരോ തെരഞ്ഞെടുപ്പിനും ഓരോ ക്രൈറ്റീരിയയാണ്. ആ ക്രൈറ്റീരിയ അനുസരിച്ച് എന്താവണം എന്നത് സംബന്ധിച്ച് ഞങ്ങൾ ചർച്ച ആരംഭിച്ചിട്ടേ ഇല്ല. CPM ആരംഭിച്ചിട്ടില്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ആരംഭിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ ഈ 2 ടൈം എന്നുള്ളത് അന്നത്തെ എടുത്ത ഒരു നിലപാടാണ്. അത് ഈ തവണ ആവർത്തിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ക്രൈറ്റീരിയ ഓരോ തെരഞ്ഞെടുപ്പിൻ്റെയും ഭാഗമായിട്ടാണ് തീരുമാനിക്കുക. ഓക്കെ CMV ഗോവിന്ദൻ മാസ്റ്റർ, താങ്ക് യു ഫോർ ജോയിനിങ് us. ഇത്രയും സമയം നന്ദി.